പവർഫുൾ സൂമിലേക്ക് എല്ലാവരും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈ നല്ല പുലരി നമുക്ക് സമ്മാനിച്ച ദൈവത്തോട് ഒരു നിമിഷം പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഒരിക്കൽ കൂടി എല്ലാവരെയും സൂമിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് ശ്രദ്ധിക്കുക. ഒപ്പം ഒരു പേനയും പേപ്പറും എടുത്ത് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഈ സൂമുകളിൽ കിട്ടുന്ന ചെറു അറിവ് പോലും എഴുതി വെക്കാമെങ്കിൽ നമുക്കത് വിജയിക്കാൻ ഒത്തിരി ഉപകാരപ്പെടും. അപ്പൊ എല്ലാവരും കഴിവതും വീഡിയോ ഓണാക്കി അതുപോലെ തന്നെ ഒരു ബുക്കും പേനയും എപ്പോഴും കയ്യിലുണ്ടെങ്കിൽ അത് നല്ലത് തന്നെയാണ്. എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് സിജി ശ്രീജിത്ത്, മൂവാറ്റുപുഴയാണ് എൻ്റെ സ്ഥലം. പ്രൊഫഷൻ നേഴ്സിംഗ് ആണ്. ഇതിനായിട്ട് വന്നിട്ട് ഒരു 5-6 മാസത്തിലേക്ക് ആവുന്നുള്ളൂ. നല്ല രീതിയിൽ വർക്ക് എടുത്ത് മുന്നോട്ട് പോകുന്നു. നമുക്ക് ഈ 2026 വിജയിക്കാൻ സക്സസ് ആവാൻ വേണ്ടി നമുക്ക് ഒത്തിരി ബൂസ്റ്റർ ഫാമിലി ബോണസ് അങ്ങനെ ഒത്തിരി ഓഫറുകൾ തന്നിട്ടുണ്ട്. വിജയിക്കുക മാത്രം, നമ്മൾ പരിശ്രമിക്കുക മാത്രമേ ചെയ്താൽ മതി. പണ്ടത്തെ പോലെ തന്നെ പാടത്ത് പണി വരമ്പത്ത് കൂലി എന്ന രീതിയിൽ അപ്പോൾ തന്നെ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുമാനം വീഴുന്ന രീതിയിലേക്ക് ഒരു പ്ലാനാണ് നമുക്ക് കമ്പനി 2026 നമുക്ക് തന്നിരിക്കുന്നത്. നമുക്ക് വിജയിക്കാൻ വേണ്ടിയിട്ട് എല്ലാ കമ്പനി തരുമ്പോൾ നമ്മൾ പരിശ്രമിക്കുക എന്നാണ് നമ്മളുടെ ദൗത്യം. എല്ലാവർക്കും മുമ്പോട്ട് നല്ല വിജയിക്കാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. ഒപ്പം നമുക്കിന്ന് പ്രസന്റേഷൻ ചെയ്യാൻ വേറെ ആരുമല്ല, വിനോദ് സാറാണ്. സക്സസിനെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്നതിന് അതുപോലെ തന്നെ സാറിനെ ഒന്ന് പരിചയപ്പെടുത്താം. തന്റെ സ്വദേശം വരുന്നത് കുമ്പളങ്ങിയാണ്. ഈ നെറ്റ്വർക്ക് മാർക്കറ്റിന്റെ സാധ്യത മനസ്സിലാക്കി പ്രവർത്തിച്ച് നല്ലൊരു ടീമിനെ മുൻനിർത്തി പണിയൊരുക്കലിലൂടെ ഒരു 3.5 കോടി ഈ നെറ്റ്വർക്കിൽ നേടിയെടുക്കുകയും കേരളത്തേക്ക് ആദ്യത്തെ ഓഡിക്കാർ അച്ചീവറുമാണ്. നമുക്ക് നല്ല അറിവുകൾ പകർന്നു തരുന്നതിന് വേണ്ടി എല്ലാവരുടെ അനുവാദത്തോടെ സ്നേഹത്തോടെ വിനോദ് സാറിനെ ഈ സൂമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സോ ഹാപ്പി മോർണിംഗ് ഓൾ. ഒരിക്കൽ കൂടി ഈ സുന്ദര സുദിനത്തിലേക്ക് നിങ്ങൾ എല്ലാവരും ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ആദ്യമായിട്ട് ഇന്നത്തെ ട്രെയിനിങ്ങിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് 2 കാര്യങ്ങൾ ബേസ് ചെയ്തിട്ടാണ്. ഒന്ന്, ഈ മേഖലയിൽ വിജയിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. ഡയറക്ട് സെല്ലിംഗ് മേഖലയിലോ ഇബേറ്ററിലോ ഹ്യൂജ് സക്സസ് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒന്ന്, നമുക്ക് ആ മേഖലയിൽ അഗാധമായ അറിവ് നമുക്ക് വേണം. 2, അറിവ് മാത്രം പോരാ, നമുക്ക് ആ മേഖലകളിൽ വലിയ പെർഫോമറായിട്ട് മാറണമെങ്കിൽ ചില കഴിവുകളും നമ്മൾ അതോടൊപ്പം ഡെവലപ്പ് ചെയ്യേണ്ടതാണ്. അപ്പൊ അറിവും കഴിവും ഇതിന്റെ ഒരു കോമ്പിനേഷൻ ആണ് നമുക്ക് സക്സസിലേക്ക് നമ്മൾ നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ആമുഖമായി ഇന്നത്തെ ട്രെയിനിങ്ങിന് മുന്നേ എനിക്ക് ആദ്യമായിട്ട് 2 കാര്യങ്ങളാണ് നിങ്ങളോട് ബോധിപ്പിക്കാനുള്ളത്. ഒന്ന്, ഇന്നത്തെ ഈ ട്രെയിനിങ് പ്രോഗ്രാം എന്ന് പറയുന്നത് പ്രധാനമായും ഈ ബിസിനസ് ഏറ്റെടുത്ത് വിജയിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോയി ടീം ബിൽഡ് ചെയ്യുന്ന ആളുകളെ ഉദ്ദേശിച്ചിട്ടുള്ള ട്രെയിനിങ് പ്രോഗ്രാമുകളാണ്. ഈ ബിസിനസ്സുമായി ബന്ധപ്പെട്ടുള്ള സിസ്റ്റത്തെ കുറിച്ചുള്ള നോളജും അവയർനെസ്സും കൊടുക്കുന്നതോടൊപ്പം ഈ മേഖലയിൽ പ്രവർത്തിക്കാൻ വിജയിക്കാൻ വേണ്ട സ്കില്ലിനെ കുറിച്ചിട്ടുള്ള അറിവും അവർക്ക് പ്രദാനം ചെയ്യുന്ന ഒരു പ്രോഗ്രാമുകളാണ്. അതുകൊണ്ട് തന്നെ പുതുതായി വരുന്ന ആളുകൾ ചിലപ്പോൾ ഈ പ്രോഗ്രാമുകൾ കേൾക്കുന്ന സമയത്ത് ഇതൊരു ലീഡർഷിപ്പ് ലെവലുള്ള ഒരു പ്രോഗ്രാം ആണെന്ന് ഉൾക്കൊണ്ടുകൊണ്ട് വേണം ഈ പ്രോഗ്രാമിനെ കേൾക്കുന്നത്. അതുകൊണ്ട് ഇവിടെ പറയുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ അറിയണമെന്നോ ഇവിടെ പറയുന്ന എല്ലാ സ്കില്ലുകളും ഞാൻ ഡെവലപ്പ് ചെയ്യണമെന്നോ വാശി പിടിക്കുന്നില്ല. മറിച്ച് ഇതിലൊരു ഹ്യൂജ് സക്സസ് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഒരു നല്ല ലീഡറായിട്ട് മാറാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇവിടെ പറയുന്ന ആ അറിവും കഴിവും നമ്മൾ ഡെവലപ്പ് ചെയ്യാനായിട്ട് ശ്രമിച്ചാൽ നമുക്ക് ഈ മേഖലയിൽ വലിയൊരു സക്സസ് ഉണ്ടാക്കാൻ പറ്റും. സോ ഒരിക്കൽ കൂടി നിങ്ങൾക്ക് ഭാവങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യണം. സോ ഇന്നത്തെ ടോപ്പിക് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2 പില്ലർ സക്സസ് സിസ്റ്റം ഇൻ ഇബയോട്ടോറിയം. ഇബയോട്ടോറിയത്തിലേക്ക് നമ്മൾ കടന്നു വരുന്ന ഒരു വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഈ മേഖലയിൽ മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മൾ കടന്നു പോകുന്ന ഈ സിസ്റ്റത്തെ കുറിച്ചിട്ടുള്ള ഒരു അവയർനെസ് നമുക്ക് തരിക എന്നുള്ളതാണ്. ഒന്നാമത്തെ പില്ലർ എന്ന് പറയുന്നത് ഈ ബിസിനസ്സിൽ 2 ടൈപ്പ് ട്രെയിനിങ്ങുകൾ ഉണ്ട്.
ഒന്നാമത്തെ ട്രെയിനിങ് എന്ന് പറയുന്നത്, ഒന്നാമത്തെ പില്ലർ എന്ന് പറയുന്നത് സിസ്റ്റം ട്രെയിനിങ്സുകളാണ്. അപ്പോൾ ഈ മേഖലയെ കടന്നു വരുന്ന വ്യക്തികൾ പലപ്പോഴും പല പ്രോഗ്രാമുകളിലും കേൾക്കുന്ന വാക്കാണ് സിസ്റ്റത്തെ കുറിച്ച് പറയും. സിസ്റ്റം എന്താണ്, സിസ്റ്റത്തെ കുറിച്ച് പല കാര്യങ്ങളും കേൾക്കുന്നുണ്ട്, സിസ്റ്റത്തിൽ നിന്ന് വർക്ക് ചെയ്യൂ എന്നുള്ള കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഈ മേഖലയിൽ കടന്നു വരുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ മേഖലയെ കുറിച്ചുള്ള അറിവുകൾ പ്രദാനം ചെയ്യുന്ന പ്രധാനപ്പെട്ട ട്രെയിനിങ് പ്രോഗ്രാമുകളെയാണ് നമ്മൾ സിസ്റ്റം ട്രെയിനിങ് പ്രോഗ്രാമുകൾ എന്ന് പറയുന്നത്. ഈ പ്രോഗ്രാമിലൂടെ നമുക്ക് ഈ വാസ്റ്റ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയെ കുറിച്ചുള്ള അറിവുകൾ നമുക്ക് പ്രദാനം ചെയ്യുന്നുണ്ട്. നമ്മൾ പ്രദാനം ചെയ്യുന്ന കമ്പനിയെ കുറിച്ചുള്ള അറിവുകൾ നമുക്ക് കിട്ടുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ കമ്പനി മാർക്കറ്റ് ചെയ്യുന്ന പ്രൊഡക്റ്റുകളെ കുറിച്ചുള്ള അറിവുകൾ നമുക്ക് കിട്ടുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ കമ്പനി മാർക്കറ്റ് ചെയ്യുന്ന ഏറ്റവും മഹത്തായ മാർക്കറ്റിംഗ് പ്ലാനിനെ കുറിച്ചുള്ള അറിവുകൾ കിട്ടുന്നുണ്ട്. ഇവിടെ ബിസിനസ് ബിൽഡിംഗ് സ്ട്രാറ്റജികളും ആക്ഷൻ പ്ലാനിനെ കുറിച്ചുള്ള അറിവുകൾ കിട്ടുന്നുണ്ട്. അത്തരത്തിൽ ഈ കമ്പനിയുമായി ബന്ധപ്പെട്ടുള്ള അറിവുകൾ നമുക്ക് പ്രദാനം ചെയ്യുന്ന ഒരു ട്രെയിനിങ് സീരീസുകളാണ് നമ്മൾ സിസ്റ്റം ട്രെയിനിങ് സീരീസുകൾ എന്ന് പറയാം. പലപ്പോഴും നമുക്കറിയാം, ഈ ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വരുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ ഇൻഡസ്ട്രിയിൽ നമുക്ക് കിട്ടുന്ന അറിവുകൾ എന്ന് പറയുന്നത് വിശാലമായ അറിവുകൾ കിട്ടുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. യേശുദാസേട്ടന്റെ പാട്ടുകൾ ആസ്വദിക്കാത്ത ഒരു മലയാളി ഉണ്ടാവില്ല. പക്ഷെ ദാസേട്ടനോട് സംഗീതത്തെ കുറിച്ച് ചോദിക്കുമ്പോൾ ദാസേട്ടൻ പറയുന്നത്, അനന്തമായ സാഗരമായ സംഗീതത്തിന്റെ മുന്നിൽ പകച്ചു നിൽക്കുന്ന ഞാനൊരു കുട്ടി മാത്രമാണ് ഞാൻ പറയാം. കാരണം ആ സംഗീതം എന്ന് പറയുന്നത് അത്രയും വിശാലമായ, അതിൽ വളരെ ചെറിയ കോൺട്രിബ്യൂഷൻ കൊടുക്കാൻ പറ്റിയ ഒരു വ്യക്തി മാത്രമാണ് ഞാൻ എന്നാണ് ദാസേട്ടൻ. എനിക്ക് പറയാനുള്ള ഇൻഡസ്ട്രി എന്ന് പറയുന്നത് അത്രയും വിശാലമായ ഒരു ഇൻഡസ്ട്രിയാണ്. അതിന്റെ ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമേ നമുക്ക് ഇവിടെ ചർച്ച ചെയ്യുന്നുള്ളൂ. സോ ഒന്നാമത്തെ സിസ്റ്റം ട്രെയിനിങ് ആണ്. ഈ മേഖലയിൽ വിജയിക്കുന്ന രണ്ടാമത്തെ പില്ലർ എന്ന് പറയുന്നത് സ്കില്ലുകളാണ്. ഈ മേഖലയിൽ വിജയിക്കുന്നതിന് ആവശ്യമായ സ്കില്ലുകൾ നമ്മൾ ഡെവലപ്പ് ചെയ്യുമ്പോഴാണ് ഈ മേഖലയിൽ നമുക്ക് ഹ്യൂജ് സക്സസ് ഉണ്ടാക്കാൻ പറ്റുന്നത്. അപ്പൊ രണ്ടാമത്തെ പില്ലർ എന്ന് പറയുന്നത് ഈ ബയോട്ടോറയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ലീഡറായിട്ട് മാറുന്നതിന് നമ്മൾ ആത്മാർത്ഥമായിട്ട് എഫോർട്ട് ഇട്ട് ഡെവലപ്പ് ചെയ്യേണ്ട സ്കില്ലുകൾ അഥവാ കഴിവ് അല്ലെങ്കിൽ കൗശല്യ എന്ന് പറയും. അപ്പൊ നമുക്ക് എന്തൊക്കെ കഴിവുകളാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടത്? ഈ രണ്ട് കാർട്ടാണ് നോക്കുന്നത്. ഒന്നാമത്തെ പാർട്ടിൽ സിസ്റ്റം ട്രെയിനിങ്ങിലേക്ക് വരുന്ന സമയത്ത് ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ അറിഞ്ഞോ അറിയാതെ ഒരു ഈ ബയോട്ടോറിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു ബയോമാഗ്നറ്റിക് പ്രൊഡക്റ്റുകൾ വാങ്ങിച്ചിട്ടുണ്ടാവാം, ഒരു വെൽനസ് റിലേറ്റഡ് പ്രൊഡക്റ്റുകൾ വാങ്ങിച്ചിട്ടുണ്ടാവാം. അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ഓപ്പർച്യൂണിറ്റിയിൽ ഒന്നായ ഡയറക്റ്റ് സെല്ലിങ്ങിലേക്കാണ് നമുക്ക് ഒരു വ്യക്തമായ ഒരു എൻട്രി കിട്ടിയിട്ടുള്ളത്. അപ്പൊ നമ്മൾ അറിഞ്ഞോ അറിയാതെ വന്നിട്ടുള്ള ഈ ഡയറക്റ്റ് സെല്ലിംഗ് പ്ലാറ്റ്ഫോമിനെ കുറിച്ചിട്ടുള്ള വ്യക്തമായ ഒരു ബോധ്യം നമുക്ക് ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പൊ ഒന്നാമത്തത്, എന്താണ് ഡയറക്റ്റ് സെല്ലിംഗ് ബിസിനസ് മോഡലിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, സാധാരണ ഉൽപ്പന്നങ്ങളും സേവനങ്ങളൊക്കെ വിൽക്കുന്നതിന് ഒരു കസ്റ്റമറും ഒരു കസ്റ്റമേഴ്സിന്റെ ഒരു ട്രഡീഷണൽ റീറ്റെയിൽ സ്റ്റോറിൽ പോയിട്ടാണ് അവർ ഉൽപ്പന്നങ്ങൾ വാങ്ങുക എന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഇവിടെ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും ഒക്കെ വിൽക്കുന്നത് വ്യക്തികൾ തമ്മിലുള്ള കണക്ഷൻസിലൂടെയാണ്, ആളുകൾ തമ്മിലുള്ള ബന്ധങ്ങളിലൂടെയാണ്, ആളുകൾ തമ്മിലുള്ള മ്യൂച്വൽ ട്രസ്റ്റിലൂടെയാണ്, ആളുകൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിലൂടെയാണ്. സോ ഡയറക്റ്റ് സെല്ലിംഗ് പ്ലാറ്റ്ഫോം എന്ന് പറയുമ്പോൾ മറ്റു മേഖലയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ആളുകളിലൂടെ, ബന്ധങ്ങളിലൂടെയും കണക്ഷൻസിലൂടെയും മ്യൂച്വൽ ട്രസ്റ്റിലൂടെയും റിലേഷൻഷിപ്പിലൂടെ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും വിൽക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറയുന്നത്. ഈ ബയോട്ടോർ നെറ്റ്വർക്ക് എന്താ നമുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഈ ബയോട്ടോർ നെറ്റ്വർക്ക് നമുക്ക് തരുന്നത് ഡയറക്റ്റ് സെല്ലിംഗ്, ഒരു ഡയറക്റ്റ് സെല്ലിംഗ് ഓർഗനൈസേഷൻ ആണ്. നമ്മുടെ ഇന്ത്യയിലുള്ള 110 കോടി ജനങ്ങളുള്ള ആളുകൾക്കും ഈ മേഖലയിലെ ഡയറക്റ്റ് സെല്ലിംഗ് പ്ലാറ്റ്ഫോമിലൂടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാനും ഈ കമ്പനി മാർക്കറ്റ് ചെയ്യുന്ന ഉൽപ്പന്നങ്ങള് വിതരണം ചെയ്യാനും അതോടൊപ്പം ഒരു ടീമിനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് വലിയ ടേൺ ഓവർ ക്രിയേറ്റ് ചെയ്യാനും അതിന്റെ പ്രോഫിറ്റ് എൻജോയ് ചെയ്യാനുള്ള ഒരു അവസരമാണ് ഈ ബയോട്ടോറിയം നമുക്കായിട്ട് തരുന്നത്. സോ ഈ ബയോട്ടോറിയത്തിന്റെ വിഷനും മിഷനും നമ്മൾ മനസ്സിലാക്കാം. വിഷൻ എന്ന് പറയുന്ന ഒരു ദീർഘവീക്ഷണം, ഒരു കാഴ്ചപ്പാടുണ്ട്. ഈ കമ്പനിയുടെ പ്രധാനപ്പെട്ട വിഷൻ എന്ന് പറയുന്നത്, ഇന്ത്യയുടെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് മാൻ പവർ ആണ്, ഹ്യൂമൻ റിസോഴ്സ് ആണ്. അപ്പൊ ഇന്ത്യയിൽ 140 കോടി ജനങ്ങളുണ്ട്. ഈ 140 കോടി ആളുകളെയും എംപവർ ചെയ്തുകൊണ്ട് അവരുടെ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്ക് ഡയറക്റ്റ് സെല്ലിംഗ് പ്ലാറ്റ്ഫോമിലൂടെ, ഒരു എത്തിക്കൽ ഡയറക്റ്റ് സെല്ലിങ്ങിലൂടെ അവരെ എത്തിക്കുക എന്നുള്ള ഒരു വിഷനിലൂടെയാണ് ഈ ബയോട്ടോറിയം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും ജോലി നമ്മുടെ നാട്ടിലുള്ള 140 കോടി ജനങ്ങളെയും എംപവർ ചെയ്യുകയും അവരെ ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ഇനി അവരുടെ ഒരു വിഷൻ എന്നുള്ള ഒരു മിഷൻ അല്ലെങ്കിൽ ദൗത്യം എന്ന് പറയുന്നത്, ഈ കമ്പനി മാർക്കറ്റ് ചെയ്യുന്ന നിലവാരമുള്ള ഉൽപ്പന്നങ്ങള്, അത് മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്ന സപ്പോർട്ടീവ് ട്രെയിനിങ്ങുകള്, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള നെറ്റ്വർക്ക് ക്രിയേഷന് വേണ്ടിയുള്ള സപ്പോർട്ടുകള്, ഇതൊക്കെ നമുക്ക് എത്തിച്ചു തരിക എന്നുള്ളതാണ് ഈ കമ്പനിയുടെ പ്രധാനപ്പെട്ട ദൗത്യം.
ഈ കമ്പനി ചെയ്യുന്നത് എന്താണ്? നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ആണ്. അപ്പൊ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിലേക്കാണ് നമ്മൾ കടന്നു വന്നിട്ടുള്ളത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ നെറ്റ്വർക്ക് മാർക്കറ്റിംഗില് എന്ന് പറയുന്നത് നമുക്ക് ഇതിൽ വരുമാനം 3 രീതിയിലാണ് ഉണ്ടാക്കാൻ പറ്റുക. ഒന്ന്, നമ്മൾക്ക് ഇൻഡിവിജ്വൽ സെയിൽസിലൂടെ നമുക്ക് വരുമാനം ഉണ്ടാക്കാം. ഉദാഹരണമായി കമ്പനി മാർക്കറ്റ് ചെയ്യുന്ന വാല്യൂ ആഡഡ് പാക്കേജുകളിലൂടെ നമ്മൾ ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്യുമ്പോൾ നിങ്ങളൊരു 50 രൂപയുടെ ഉൽപ്പന്നം വിറ്റാൽ 2020 രൂപ കിട്ടും. 100 രൂപയുടെ ഉൽപ്പന്നം വെക്കുമ്പോൾ 4040 രൂപ കിട്ടും. 200 രൂപയുടെ ഉൽപ്പന്നങ്ങൾ വെക്കുമ്പോൾ 8080 രൂപ കിട്ടും. 25 രൂപയുടെ ഉൽപ്പന്നം വെക്കുമ്പോൾ 1010 രൂപ കിട്ടും. ഏതോ ആയിക്കോട്ടെ, നിങ്ങൾക്ക് പേഴ്സണൽ സെയിൽസിലൂടെ ഡയറക്റ്റ് ബൂസ്റ്റർ ബോണസിലൂടെ നിങ്ങൾക്ക് ഇൻകം ഉണ്ടാക്കാം. അതുപോലെ തന്നെ റീറ്റെയിലിങ്ങിലൂടെ ഉൽപ്പന്നങ്ങൾ വാങ്ങി വിതരണം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇൻകം ഉണ്ടാക്കാം. ഒരു അൾട്രാബെറി റീപർച്ചേസിൽ വാങ്ങുമ്പോൾ ഇന്ന് 1600 രൂപയ്ക്ക് കിട്ടുമെങ്കിൽ 4000 MRP ഉള്ള ഉൽപ്പന്നം നിങ്ങൾക്ക് MRP വിറ്റുകൊണ്ട് നിങ്ങൾക്ക് ലാഭം ഉണ്ടാക്കാം. അപ്പൊ പേഴ്സണൽ സെയിൽസിലൂടെ ലാഭം ഉണ്ടാക്കാം ഒരു സിസ്റ്റമാണ് ഡയറക്ട് സെല്ലിങ്ങിലൂടെ. ചെറിയ വരുമാനം ആഗ്രഹിക്കുന്നവർക്ക് ചെറിയ വരുമാനം ഉണ്ടാക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. 2, ഇതിലൂടെ ഹ്യൂജ് ഇൻകം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്തിലേക്ക് കടക്കണം? ടീം ബിൽഡിങ്ങിലേക്ക് നമ്മൾ കടക്കണം. അപ്പൊ ടീം ബിൽഡിംഗ് ആണ്, ടീം ലെവൽ ചെയ്യുന്ന ഒരു ബിസിനസ് ആണെന്നും ഒറ്റയ്ക്ക് ചെയ്യുന്ന ഒരു ബിസിനസ് അല്ലെന്നും ഇവിടെ വിജയിക്കാൻ ഏറ്റവും ആധികാരികമായിട്ട് വേണ്ടത് ഒരു ടീമാണെന്നുള്ളൊരു ബോധ്യം ഉണ്ടാക്കാം. അപ്പൊ ടീം ബിൽഡിങ്ങിനെ കുറിച്ചുള്ള അവയർനെസ് നമുക്കുണ്ടാവണം. രണ്ടാമത്, വലിയ വരുമാനം കിട്ടണമെങ്കിൽ ടീം ബിൽഡിങ്ങിലേക്ക് നമ്മൾ കിടക്കണം. മൂന്നാമത്, ഹ്യൂജ് ഇൻകം ആർക്കാണ് ഈ ഇൻഡസ്ട്രിയിൽ നേടാൻ പറ്റുക എന്ന് വെച്ചാൽ അത് ലീഡേഴ്സിനാണ്. അപ്പൊ ലീഡർഷിപ്പ് ഡെവലപ്മെന്റിലൂടെ വലിയ വരുമാനം, അനന്തമായ വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ് ഡയറക്ട് സെല്ലിംഗ് എന്നുള്ളതും അതിലൂടെ അത്തരത്തിലുള്ള വരുമാനം പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ലീഡർ ആയേ മതിയാവൂ. സോ ലീഡർഷിപ്പ് ഡെവലപ്മെന്റിലൂടെയാണ് ഈ മേഖലയിലെ ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റുക. ഈ മേഖലയിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വിചാരിച്ചാൽ ഇവിടെ വലിയ മുതൽ മുടക്കൊന്നും ഇല്ല എന്നുള്ളത് തന്നെയാണ്. ഉദാഹരണമായിട്ട് ഒരു 5000 രൂപയിൽ താഴെ നമുക്ക് ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ചുകൊണ്ട്, ഒരു പാക്കേജ് വാങ്ങിച്ചുകൊണ്ട് തുടങ്ങാൻ പറ്റാവുന്ന ഒരു ബിസിനസ് ആയതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റ്മെന്റ് ഇല്ല എന്നുള്ളത് തന്നെ കൊണ്ട് തന്നെ ഈ ബിസിനസിനെ ആളുകൾ സീരിയസ് ആയിട്ട് എടുക്കണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ റിസ്ക്കും ഇല്ല, ഇവിടെ ലോസും ഇല്ല. അപ്പൊ ലോസ് ഇല്ലാത്ത തുടങ്ങാൻ പറ്റുന്ന ലോകത്തെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ബിസിനസ് ആണ് ഡയറക്ട് സെല്ലിംഗ് ബിസിനസ് എന്ന് പറയുന്നത്. ഈ മേഖല പ്രവർത്തിക്കുന്നതിന് പ്രത്യേകിച്ച് യാതൊരു എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനോ ആവശ്യമില്ല എന്നുള്ളതാണ്. കാരണം ഈ മേഖലയിലുള്ള സക്സസ്ഫുൾ ആയ പല ലീഡേഴ്സ് എടുത്ത് നോക്കിയാൽ അവരുടെയൊക്കെ വിദ്യാഭ്യാസം മെട്രിക്കുലേഷന് താഴെയാണ്. അത്തരത്തിലുള്ള ആളുകൾക്കും ഈ ഇൻഡസ്ട്രിയിൽ വലിയ വിജയങ്ങൾ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോ 140 കോടി ജനങ്ങളില് കൃത്യമായ രീതിയിൽ ഒരു ആധാർ കാർഡും ഒരു പാൻ കാർഡും ഒരു ബാങ്ക് അക്കൗണ്ടും ഉള്ള 18 വയസ്സുമായി പൂർത്തിയായ ഏതൊരു വ്യക്തിക്കും ഈസി ആയിട്ട് ഈ മേഖലയിലേക്ക് കടന്നു വരാം. ഇതിന് യാതൊരു ഏരിയ ലിമിറ്റും ഇല്ല. കാരണം ഇതൊരു ഓൺലൈൻ ബിസിനസ് ആയതുകൊണ്ട് തന്നെ ഇന്ന് ഇന്ത്യൻ നാഷണൽസിനെ നമുക്ക് ഈ ബിസിനസ്സിലേക്ക് കണക്ട് ചെയ്യാം. ഇന്ത്യയുടെ 28 സംസ്ഥാനങ്ങളിലും അതോടൊപ്പം തന്നെ 9 കേന്ദ്രഭരണ പ്രദേശങ്ങളിലുള്ള ഇന്ത്യൻ നാഷണൽസ് ആയ ആളുകളെ ഈ മേഖലയിലേക്ക് നമുക്ക് കണക്ട് ചെയ്തുകൊണ്ട് ബിസിനസ് ചെയ്യാം. നമുക്ക് യാതൊരു ഏരിയ ലിമിറ്റും ഇല്ല. നമ്മുടെ വർക്കിംഗ് അവർ ആര് തീരുമാനിക്കും? നമ്മൾ തീരുമാനിക്കും. നിങ്ങൾ തന്നെയാണ് ഈ മേഖലയിൽ നിങ്ങളുടെ ബോസ്, നിങ്ങൾ തന്നെയാണ് ഈ മേഖലയിൽ നിങ്ങളുടെ എംപ്ലോയി. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ബോസ് ഇല്ല, നിങ്ങൾക്ക് എംപ്ലോയീസ് ഇല്ല. ഈ മേഖല നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്, നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച്, നിങ്ങളുടെ ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിൽ പോയി ഈ ബിസിനസ് ഏറ്റെടുത്ത് ഡെവലപ്പ് ചെയ്യാനുള്ള അവസരമുണ്ട്. പക്ഷെ ഇതിന്റെ വരുമാനത്തിന്റെ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഹ്യൂജ് ഇൻകം പൊട്ടൻഷ്യൽ ആണെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ വിജയിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ സാമ്പത്തിക സ്വാതന്ത്ര്യവും ടൈം സ്വാതന്ത്ര്യവും കിട്ടുന്ന ഒരു മേഖലയാണ് ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ മറ്റു മേഖലകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു വ്യക്തിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് അയാളുടെ വ്യക്തിത്വ വികസനത്തിനുള്ള ഏറ്റവും നല്ല പ്ലാറ്റ്ഫോമിൽ ഒന്നാണ് ഡയറക്ട് സെല്ലിംഗ്. ഞാൻ ഈ ബിസിനസ്സിൽ കടന്നു വരുന്നതിന് മുമ്പ് ആളുകളോട് സംസാരിക്കുന്ന ഒരു വ്യക്തി ആയിരുന്നില്ല. എന്നും ഓഫീസിൽ പോകും, തിരിച്ച് വീട്ടിൽ വരുന്ന ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ ഈ ബിസിനസ്സിൽ വന്നപ്പോ ഈ ബിസിനസിന്റെ പ്ലാറ്റ്ഫോമിലൂടെ നിരവധി പ്രോഗ്രാമുകളും ട്രെയിനിങ്ങുകളും ഒക്കെ അറ്റൻഡ് ചെയ്തപ്പോ ഈ ബിസിനസ്സിലൂടെ മാറിയപ്പോ അതിന് പറ്റുന്ന സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്തപ്പോ ഇതിലൊരു വലിയ മാറ്റങ്ങൾ ഉണ്ടായി. അതിലൂടെ വരുമാനവും വരുന്നു. അപ്പോൾ ഇവിടെ വരുമാനം കിട്ടാനായിട്ട് നമ്മൾ ഈ മേഖലയുമായി ഇൻവോൾവ് ചെയ്ത് പ്രവർത്തിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ബൈ പ്രൊഡക്റ്റ് ആണ് വ്യക്തിത്വ വികസനം എന്ന് പറയുന്നത്. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ ഏത് മേഖലയിലും വളരുന്നതിന് ആവശ്യമായിട്ടുള്ള അറിവും
കഴിവുമൊക്കെ കിട്ടുന്ന ഒരു വലിയ പ്ലാറ്റ്ഫോം ഈ ബയോട്ടോറിയത്തിലുണ്ട്, ഡയറക്ട് സെല്ലിങ്ങിലുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഈ മേഖലയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് അടുത്ത തലമുറക്ക് കൈമാറാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ്. അതുകൊണ്ട് ജനറേഷൻ ടു ജനറേഷനിലേക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ് ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നത്. ഇനി ബിസിനസ് ഓഫീസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ ചെറിയ ബിസിനസ്സിൽ ഇൻവെസ്റ്റ്മെന്റിൽ തുടങ്ങാം. ഒരു പ്രത്യേകിച്ച് ഓഫീസ് ഇൻഫ്രാസ്ട്രക്ചറിന്റെ ആവശ്യമില്ല. നമുക്ക് പാരലായിട്ട് പാർട്ട് ടൈം ആയിട്ടോ ഫുൾ ടൈം ആയിട്ടോ നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ്. ഈ ബിസിനസ് മുന്നോട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഇൻകം പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആയ ഇൻകം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഉദാഹരണമായിട്ട് പ്രൊഡക്റ്റ് സെയിൽസിലൂടെ നമുക്ക് റീറ്റെയിൽ ബോണസസിലൂടെ ഡയറക്റ്റ് ബൂസ്റ്റർ ബോണസിലൂടെ ചെറിയ വരുമാനം ഉദ്ദേശിക്കുന്ന വ്യക്തികൾക്ക് ചെറിയ വരുമാനം ഉണ്ടാക്കാം. ഹ്യൂജ് ഇൻകം ആഗ്രഹിക്കുന്ന അടുത്ത ലെവലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ടീം ബിൽഡിങ്ങിലൂടെ സൂപ്പർ അവയർനെസ് ബോണസ്, സൂപ്പർ ഫാമിലി ബോണസ്, സർപ്രൈസ് ബോണസുകൾ, അത്തരത്തിലുള്ള ഫീൽഡ് വർക്ക് ബോണസുകൾ, ഇത്തരത്തിലുള്ള ബോണസുകളിലൂടെ ഇൻസെന്റീവ്സിലൂടെ അതുപോലെ തന്നെ തായ്ലൻഡ് അച്ചീവ്മെന്റ് റിവാർഡ്സ് റെക്കഗ്നിഷൻ, റാങ്ക് അച്ചീവ്മെന്റ് റെക്കഗ്നിഷൻസിലൂടെയൊക്കെ നമുക്ക് വരുമാനങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന റെക്കഗ്നിഷൻസ് റിവാർഡ്സ് നമുക്ക് കിട്ടുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. അതുപോലെ തന്നെ നാളെ ഈ ബിസിനസ് ഏറ്റെടുത്ത് ചെയ്താൽ നമ്മളുടെ അടുത്ത തലമുറക്ക് പാസീവ് ഇൻകം അല്ലെങ്കിൽ റെസിജ്വൽ ഇൻകം കിട്ടാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ ബയോട്ടോറിയം എന്നുള്ളത്. ഇവിടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് പേഴ്സണൽ ഡെവലപ്മെന്റ് തന്നെയാണ്. ഒരു മേഖലയിൽ ഒരു വ്യക്തി വിജയിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു കംപ്ലീറ്റ് പാക്കേജ് ഈ ബയോട്ടോറിയമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ മേഖലയിൽ വിജയിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നല്ല രീതിയിലുള്ള വാക്ചാതുര്യം ഉണ്ടാവും, കമ്മ്യൂണിക്കേഷൻ സ്കിൽ, ആളുകളുമായിട്ട് നല്ല രീതിയിൽ സംസാരിക്കാൻ പറ്റുന്ന ഒരു കോൺഫിഡന്റോട് സംസാരിക്കാൻ പറ്റുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ ചെയ്യാനുള്ള ഒരു സ്കില്ല് ആളുകൾക്ക് ഉണ്ടാവും. അവർക്ക് നല്ല ആത്മവിശ്വാസം ഉണ്ടാവും, നല്ലൊരു കപ്പാസിറ്റി ഉണ്ടാവും. അതുപോലെ തന്നെ ദേ ആർ ഗുഡ് ഇൻ റിലേഷൻഷിപ്സ്. ഈ മേഖല റിലേഷൻഷിപ്പ് ബേസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ബിസിനസ് ആയതുകൊണ്ട് തന്നെ ആളുകളെ മാനേജ് ചെയ്യാനുള്ള കഴിവ് അവർക്ക് ഉണ്ടാവും. ആളുകളുമായി നല്ല ബന്ധങ്ങൾ സ്ഥാപിക്കാനുള്ള കഴിവുണ്ടാവും. അതുപോലെ തന്നെ മികച്ച ഒരു നേതാവിനുള്ള ക്വാളിറ്റീസ് അവർക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. പബ്ലിക് സ്പീക്കിങ്ങോ ആയിക്കോട്ടെ, ആളുകളുടെ മുമ്പിൽ നിന്ന് സംസാരിക്കാൻ അവർക്കുള്ള കഴിവുകൾ ഉണ്ടാവും. ഒരു നല്ല അൾട്ടിമേറ്റ് ആയിട്ട് ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഉണ്ടാവും. ഇതൊക്കെയാണ് ഈ മേഖലയിൽ വിജയിക്കാൻ വേണ്ടി പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള ഒരു പാക്കേജ് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ബോണസ് ആയിട്ട് കിട്ടുന്നതാണ്. ഈ ബയോമാഗ്നറ്റിക് പ്രൊഡക്ട്സുകളെ കുറിച്ച് നമുക്കറിയാം. പ്രധാനമായിട്ടും നമ്മുടെ ഹെൽത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഉൽപ്പന്നങ്ങളാണ് ബയോമാഗ്നറ്റിക് പ്രൊഡക്റ്റുകൾ എന്നുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ബ്ലഡ് സർക്കുലേഷനെയും അതുപോലെ തന്നെ ഓക്സിജൻ ലെവൽ ഇംപ്രൂവ് ചെയ്തുകൊണ്ട് നമ്മുടെ ശരീരത്തിന്റെ വെൽനെസ് വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഉൽപ്പന്നങ്ങളാണ് ബയോമാഗ്നറ്റിക് പ്രോഡക്റ്റുകൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന നാച്ചുറൽ ബയോമാഗ്നറ്റിക് എനർജിയെ ബൂസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ശരീരത്തെ ബ്ലഡ് സർക്കുലേഷനെ ഇംപ്രൂവ് ചെയ്തുകൊണ്ട് നമ്മുടെ ശരീരത്തിന്റെ സ്ട്രെസ് ലെവൽസിനെ കുറച്ചുകൊണ്ട് മസിൽസിനെ റിലാക്സ് ചെയ്തുകൊണ്ട് നമ്മുടെ ശരീരത്തിന് നല്ല രീതിയിലുള്ള വെൽനസ് സപ്പോർട്ട് കൊടുക്കുന്ന ഉൽപ്പന്നങ്ങളാണ് ബയോമാഗ്നറ്റിക് പ്രൊഡക്റ്റുകൾ. അതുപോലെ ബയോമാഗ്നറ്റിക് പ്രൊഡക്റ്റുകൾ കൂടാതെ വെൽനസ് പ്രൊഡക്റ്റുകളും നമ്മുടെ കമ്പനി മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. ഈ കാലഘട്ടത്തിൽ മോഡേൺ യുഗത്തില് വെൽനസ് സപ്ലിമെന്റ്സുകൾ കഴിക്കേണ്ടതിന്റെ ആവശ്യകത നമുക്ക് വളരെയധികം അറിയാം. അതുകൊണ്ട് നമ്മുടെ സെൻട്രൽ ലൈഫ് സ്റ്റൈൽസില് നമുക്ക് വേണ്ട പോഷകങ്ങള്, കൃത്യമായ രീതിയിലുള്ള ബാലൻസ്ഡ് ഡയറ്റ്, ഇതിനൊക്കെ കൃത്യമായ രീതിയിലുള്ള വെൽനസ് സപ്ലിമെന്റ്സ് കഴിക്കേണ്ടത്. അപ്പൊ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന വെൽനസ് ബെനിഫിറ്റ്സുകൾ ഈ പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ചാൽ നമ്മുടെ ശരീരത്തിന് കിട്ടുന്ന ബെനിഫിറ്റുകൾ വളരെ വലുതാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അതിന്റെ സ്ട്രെസ് ലെവൽസ് വളരെ കുറവാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. ഇനി ആർക്കൊക്കെയാണ് ഈ പ്രോഡക്റ്റ് ഉപകാരം? ബയോമാഗ്നറ്റിക് പ്രൊഡക്റ്റുകളും വെൽനസ് പ്രൊഡക്റ്റുകളും ആർക്കൊക്കെ ഉപയോഗം പറ്റും? നമ്മുടെ വർക്കിംഗ് പ്രൊഫഷണൽസിന് ഉപകാരപ്രദമാണ്, ഹൗസ് വൈഫ്സിന് ഉപകാരപ്രദമാണ്, എൽഡർലി ആയിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ചാൽ നല്ല രീതിയിലുള്ള സൗഖ്യം കിട്ടും. അതുപോലെ തന്നെ ബിസി ലൈഫ് സ്റ്റൈൽസ് ഉപയോഗിക്കുന്ന ആളുകൾക്കൊക്കെ വെൽനസ് സപ്പോർട്ടിന് വേണ്ടി ഈ ബയോട്ടോറിയം മാർക്കറ്റ് ചെയ്യുന്ന വെൽനസ് ഉൽപ്പന്നങ്ങളും ബയോമാഗ്നറ്റിക് ഉൽപ്പന്നങ്ങളും അവരെ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഈ മേഖലയിൽ വിജയിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയാൽ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ബിസിനസ് എങ്ങനെയാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ബിസിനസ്സിന് ഏറ്റവും അനുയോജ്യമായ ഒരു ലിസ്റ്റ് നമ്മൾ ഉണ്ടാക്കുക. ആ ലിസ്റ്റിൽ ആളുകളെ സെലക്ട് ചെയ്യാം. നിങ്ങളുടെ കോണ്ടാക്ട്സിൽ നിന്ന് ഫ്രണ്ട്സിന്റെ ആവാം, ഫാമിലിയുടെ ആവാം, കൊളീഗ്സിന്റെ ആവാം, ഒരു മനോഹരമായ ലിസ്റ്റ് ഉണ്ടാക്കുക. ലിസ്റ്റാണ് ഈ മേഖലയിൽ വിജയിപ്പിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട റോ മെറ്റീരിയൽ. രണ്ടാമത്തേത് എന്ന് പറഞ്ഞാല് ആളുകളെ വിളിക്കാൻ നമ്മൾ പഠിക്കണം. എങ്ങോട്ട് വിളിക്കണം? ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് പ്രസന്റ് ചെയ്യുന്നതിന് വേണ്ടി ആവാം, അല്ലെങ്കിൽ ഒരു ബയോട്ടോറിയത്തിന്റെ ഒരു ഡെമോ, ബയോമാഗ്നറ്റിക് പ്രൊഡക്റ്റിന്റെ ഒരു ഡെമോക്ക് വേണ്ടിയിട്ടാവാം, അല്ലെങ്കിൽ ഈ ബിസിനസ് ഐഡിയ ഷെയർ ചെയ്യുന്നതിനാവാം.
ഇത്തരത്തിലുള്ള ഇതിലേക്ക് കണക്ട് ചെയ്യുന്നതിന് വേണ്ടി ആളുകളെ വിളിക്കാൻ പഠിക്കുക എന്നുള്ളതാണ് അടുത്തതായി നമ്മൾ ചെയ്യേണ്ടത്. മൂന്നാമത്തതാണ് ഷോ ദ ഡെമോ, ഷോ ദ പ്ലാൻ അല്ലെങ്കിൽ പ്രൊഡക്ട്സ്. ഈ ബിസിനസിനെ കുറിച്ച് ഉള്ള അവയർനെസ് ആളുകളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി, ഡെമോ കാണിക്കുന്നതിന് വേണ്ടി, പ്ലാൻ പ്രസന്റ് ചെയ്യുന്നതിന് വേണ്ടി, പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് കൊടുക്കുന്നതിന് വേണ്ടി ആളുകളെ കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. നാലാമത്തതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ട്, ഫോളോ അപ്പ് ആൻഡ് സെയിൽസ് ക്ലോസിംഗ്. ആളുകളെ പിന്തുടരുകയും ആളുകളെ ഫോളോ അപ്പ് ചെയ്യുകയും അവരുടെ സെയിൽ ക്ലോസ് ചെയ്യാൻ ചെയ്യുന്നതാണ്. അഞ്ചാമത്തത് രജിസ്ട്രേഷൻ ആൻഡ് കംപ്ലീറ്റിംഗ് KYC. ഈ മേഖലയിലേക്ക് കടന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഈ മേഖലയിലേക്കുള്ള വെൽക്കമിംഗ് രജിസ്ട്രേഷൻ പൂർത്തിയാക്കണം, KYC പൂർത്തിയാക്കണം. അതോടൊപ്പം തന്നെ ലാസ്റ്റ് പാർട്ട് നിങ്ങളുടെ കൂടെയുള്ള ആളുകളുടെ, നിങ്ങളുടെ ടീമിനെ ട്രെയിൻ ചെയ്യണം. ട്രെയിൻ യുവർ ടീം ആൻഡ് ഡ്യൂപ്ലിക്കേറ്റ് ദ സിസ്റ്റം. ഈ ബിസിനസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യിപ്പിക്കുകയും ചെയ്യുമ്പോഴാണ് ഈ മേഖലയിൽ നമുക്ക് വിജയിക്കാൻ പറ്റുക. സക്സസ് ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നത് ഡ്യൂപ്ലിക്കേഷൻ ആണ്. എന്താണ് ഡ്യൂപ്ലിക്കേഷൻ? അനുകരണം. നമ്മൾ ഈ മേഖലയിൽ വിജയിക്കുന്നതിന് വേണ്ടി നമ്മുടേതായ വഴി വെട്ടേണ്ട ആവശ്യമില്ല. വിജയിച്ച ആളുകളെ, ഈ ഇൻഡസ്ട്രിയിലൂടെ കടന്നു വന്ന ആളുകളെ ഈ ബിസിനസ്സിലൂടെ വിജയിക്കുന്നതിന് വേണ്ടിയുള്ള റോഡ് സൂപ്പർ എക്സ്പ്രസ് ഹൈവേക്ക് നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. ആ കിട്ടുന്ന അറിവുകളും ആ കഴിവുകളും വെച്ചുകൊണ്ട് ആ റോട്ടിലൂടെ വണ്ടി ഓടിച്ചു പോകാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ലക്ഷ്യസ്ഥാനത്തിലേക്ക് നമ്മൾ എത്തുമ്പോൾ ഒരുപാട് സമയവും ഒരുപാട് പണവും ഒരുപാട് എഫോർട്ടുകളും നമുക്ക് കുറക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ മുടിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ കീ എന്ന് പറയുന്നത് ഡ്യൂപ്ലിക്കേഷൻ ആണ്. നിങ്ങളുടെ ടീം കൂടെയുള്ള ഓരോ അംഗങ്ങളെയും നിങ്ങളെ ഫോളോ ചെയ്യിപ്പിച്ചുകൊണ്ട് ഈ ബിസിനസ്സുമായി ബന്ധപ്പെട്ടുള്ള സിമ്പിൾ സ്റ്റെപ്സുകൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ നമ്മൾ തയ്യാറാവുക എന്നുള്ളതാണ്. ഇനി നമ്മളെ സംബന്ധിച്ചുള്ള ഡെയിലി പ്ലാൻ എന്താണ്? പുതിയ ആളുകളും ഈ ബിസിനസ് ആളുകളുമായി നമ്മൾ ഷെയർ ചെയ്യാൻ നമ്മൾ തയ്യാറാവണം. 2 3 4 ആളുകളുമായിട്ട് ഡെയിലി ഈ ബിസിനസ്സുകൾ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്യാൻ തയ്യാറാവുക. ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ട്രെയിനിങ്ങുകൾ അറ്റൻഡ് ചെയ്യുക, ഡെയിലി ഈ മേഖലയെ കുറിച്ചുള്ള അറിവുകൾ അവർ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഈ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇവര് ഈ ബിസിനസിനെ കുറിച്ച് കൂടുതൽ ആഴത്തിൽ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അതോടൊപ്പം തന്നെ നിങ്ങളുടെ കയ്യിലുള്ള കസ്റ്റമേഴ്സുകളെ ഫോളോ അപ്പ് ചെയ്യുക എന്നുള്ളതും ഡെയിലി ആക്ഷൻ പ്ലാനിൽ പ്രധാനപ്പെട്ടതാണ്. നിങ്ങളുടെ കൂടെയുള്ള അംഗങ്ങളെ വളരുന്നതിന് വേണ്ടി അവരെ സഹായിക്കുക. അപ്പൊ ഈ 4 കാര്യങ്ങളാണ് ഡെയിലി ആക്ഷൻ പ്ലാനിൽ നമുക്കുള്ളത്. ഇനി ഈ മേഖലയിൽ വിജയിക്കുന്നതിന് ഒരു മൈൻഡ് സെറ്റ് ആവശ്യമാണ്. മറ്റു മേഖലയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരുപാട് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റോടുകൂടി ബിസിനസ് ചെയ്യുന്ന ആളുകൾക്കാണ് ഈ മേഖലയിൽ വിജയിക്കാൻ പറ്റുക. അതിന് നല്ല ക്ഷമ നമുക്ക് ആവശ്യമുണ്ട്. നല്ല ക്ഷമ ആവശ്യമുണ്ട്. ഈ മേഖലയിൽ വിജയിക്കുന്നതിന് സ്ഥിരോത്സാഹത്തോടുള്ള ആവർത്തിച്ചിട്ടുള്ള പ്രവർത്തനം, ഒരു എണ്ണയിട്ട യന്ത്രം പോലെ ആവർത്തിച്ചിട്ടുള്ള പ്രവർത്തനം നമുക്ക് ആവശ്യമാണ്. ഈ ബിസിനസ്സുമായി മുന്നോട്ട് ഇറങ്ങുന്ന സമയത്ത് തുടക്കത്തിൽ നമ്മൾ പലപ്പോഴും നോ കേൾക്കേണ്ടി വരും. നോ എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റി എന്നാണ്. ഒരു വ്യക്തി നോ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും ഫീലിംഗ് ആവേണ്ട കാര്യമില്ല. റിജക്ഷൻസ് ആർ പാർട്ട് ഓഫ് ലൈഫ്. ഈ മേഖലയിൽ കടന്നു വരുന്ന എല്ലാ ലീഡേഴ്സിനും ഇത്തരത്തിലുള്ള ഒരുപാട് റിജക്ഷൻസിലൂടെ കടന്നു പോയിട്ടുള്ള വ്യക്തികളാണ്. അതുകൊണ്ട് നോ പറയുമ്പോൾ നമ്മൾക്ക് ഒരിക്കലും അതൊരു വ്യക്തിപരമായ റിജക്ഷൻ ആയിട്ട് നമ്മൾ എടുക്കരുത്. അതൊരു ബിസിനസ് റിജക്ഷൻ ആയിരിക്കും എന്നുള്ള കാര്യം നമ്മൾ ഉൾക്കൊള്ളുക. അയാളുടെ പ്രയോറിറ്റി ചിലപ്പോൾ നാളെ മാറാൻ സാധ്യതയുണ്ട്. ഇന്നത്തെ നോ നാളെ യെസ് ആവാൻ സാധ്യതയുണ്ട്. റെഗുലർ ആയി നമ്മൾ ഫോളോ അപ്പ് ചെയ്താൽ മാത്രം മതി. അപ്പോ ഈ ബിസിനസ്സുമായി മുന്നോട്ട് പോകുന്ന സമയത്ത് തുടക്കത്തിൽ നമുക്ക് പരാജയങ്ങൾ ഉണ്ടാവാം. പരാജയങ്ങളെല്ലാം പാർട്ട് ഓഫ് ബിസിനസിന്റെ ആണ്. അപ്പൊ പരാജയങ്ങൾ നമ്മൾ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ആ പരാജയങ്ങൾ ആവർത്തിക്കാതെ നമ്മൾ വീണ്ടും വീണ്ടും മുന്നോട്ട് പോകുമ്പോഴാണ് ഈ ബിസിനസ്സിൽ യഥാർത്ഥത്തിലുള്ള ലേണിംഗ് നടക്കുക. ഈ ബിസിനസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ഈ ആളുകളെ കാണാൻ ഇറങ്ങുമ്പോൾ നമുക്കിവിടെ പരാജയങ്ങൾ നേരിടും. പ്രൊഡക്റ്റുകളെ കുറിച്ച് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നമ്മൾ പരാജയങ്ങൾ നേരിടും. ഈ ബിസിനസ്സുമായി ബന്ധപ്പെട്ടുള്ള ഫോളോ അപ്പ് ചെയ്യുമ്പോൾ നമ്മൾ പരാജയങ്ങൾ നേരിടും. ഫീൽഡിനെ നമ്മൾ പോയിട്ട് നമ്മൾ സെയിൽ ക്ലോസ് ചെയ്യുമ്പോൾ നമുക്ക് പരാജയങ്ങൾ ഉണ്ടാവും. ഒരു ടീമിനെ ബിൽഡ് ചെയ്യുമ്പോൾ നമ്മൾ പരാജയങ്ങൾ ഉണ്ടാവും. ടീമുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴും മാനേജ് ചെയ്യുമ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുമ്പോഴൊക്കെ പല ഘട്ടത്തിലും ഈ മേഖലയിൽ പരാജയങ്ങൾ ഉണ്ടാവാം. പരാജയങ്ങളാണ് ഈ മേഖലയിൽ നിങ്ങളുടെ വളർച്ചയ്ക്കുള്ള സ്റ്റെപ്പിംഗ് സ്റ്റോൺസ് എന്ന് മനസ്സിലാക്കുക. സോ പരാജയങ്ങൾ ഒരിക്കലും ഫൈനൽ അല്ല, നിങ്ങളുടെ ലേണിംഗിലേക്ക് നിങ്ങളെ നയിക്കുന്നതാണ്.
നിങ്ങളുടെ പരാജയങ്ങൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഒരിക്കലും ഉപേക്ഷിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ വിശ്വസിക്കുക, നിങ്ങളുടെ സിസ്റ്റത്തിൽ നിന്ന് പ്രവർത്തിക്കുക. ഈ മോട്ടിവേഷനും മൈൻഡ് സെറ്റോടുകൂടി നമ്മൾ ബിസിനസ് ചെയ്യുമ്പോഴാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുക. ഒരു വ്യക്തി ഈ ബിസിനസ് സിസ്റ്റത്തിൽ കടന്നു പോകുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് അയാൾ നേട്ടം ഉണ്ടാക്കുക എന്നുള്ളത് നമ്മുടെ ഫിസിക്കൽ സിസ്റ്റം ട്രെയിനിങ്ങുകളിലൂടെ കടന്നു പോകുന്നു. ഉദാഹരണമായിട്ട് ഒരു വ്യക്തി ഈ മേഖലയിൽ കടന്നു വരുമ്പോ ഈ മേഖലയിൽ കടന്നു വരുന്നത് ഒരു പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ടുള്ള അവയർനെസ് കിട്ടിക്കൊണ്ടോ, അല്ലെങ്കിൽ ഒരു ഡെമോ കണ്ടുകൊണ്ടോ, ഒരു 1-to-1 സ്ട്രെച്ചിലൂടെയോ, അല്ലെങ്കിൽ ഒരു ഹോം മീറ്റിംഗിലൂടെയോ, അല്ലെങ്കിൽ ഒരു വീക്ക്ലി മീറ്റിംഗോ വെന്യൂ മീറ്റിംഗോ കമ്പനി മീറ്റിംഗിലൂടെയൊക്കെ ആയിരിക്കാം ഈ ബിസിനസ് അവസരം ആ വ്യക്തി കേൾക്കുക എന്നുള്ളത്. അയാളുടെ എൻട്രി എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു പ്രോഗ്രാമിലൂടെ ആയിരിക്കാം. ഓരോ പ്രോഗ്രാമിനും അതിൻ്റെതായ പ്രാധാന്യം ഉണ്ട്. ഏറ്റവും ലീസ്റ്റ് പ്രയോറിറ്റിയാണ് 1-to-1 സ്ട്രെച്ച് എന്ന് പറയുന്നത്. കാരണം ഏറ്റവും കുറഞ്ഞ ലിവറേജ് ആണ് 1-to-1 സ്ട്രെച്ചിനുള്ളത്. ഒരു വ്യക്തിയോട് അപ്പോയിന്റ്മെന്റ് എടുത്തുകൊണ്ട് നമ്മൾ ഏകദേശം അരമണിക്കൂറോ 1 മണിക്കൂറോ എടുത്ത് ആ വ്യക്തിയോട് ഈ കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് 1-to-1 സ്ട്രെച്ചിനാണ് ഏറ്റവും കുറഞ്ഞ ലിവറേജ് ഉണ്ടെങ്കിൽ ഒരു ഗ്രൂപ്പിലെ ആളുകളുമായി പ്രസന്റ് ചെയ്യുന്നതാണ് ഹൗസ് മീറ്റിംഗ് അല്ലെങ്കിൽ ഹോം മീറ്റിംഗ് എന്ന് പറയുന്നത്. അത്തരത്തിൽ കൂടുതൽ ആളുകളെ ഒരേ സമയം പ്രോഗ്രാം കേൾപ്പിക്കുന്നത് ഹോം മീറ്റിംഗിലൂടെയാണ്. ഏറ്റവും കൂടുതൽ ലിവറേജ് കിട്ടുന്ന പ്രോഗ്രാം എന്ന് പറയുന്നത് കമ്പനിയുടെ BOP മീറ്റിങ്ങുകളാണ്, നമ്മുടെ ഓഫീസ് മീറ്റിങ്ങുകളാണ്. അത്തരത്തിലുള്ള പ്രോഗ്രാമിൽ പോകുമ്പോൾ ഈ ബിസിനസിനെ കുറിച്ച് കുറെ കൂടി ആഴത്തിൽ നമുക്ക് ശ്രമിക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ സക്സസ്ഫുൾ ആയ ലീഡേഴ്സിനെയും അച്ചീവേഴ്സിനെയും നമുക്ക് നേരിട്ട് പരിചയപ്പെടുത്താൻ പറ്റും. നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ഈ ബിസിനസിനെ കുറിച്ചുള്ള വിശ്വാസം കൂടുതൽ ഊട്ടി ഉറപ്പിക്കാൻ നമ്മളധികം ഹെൽപ്പ് ചെയ്യുന്ന പ്രോഗ്രാമുകളാണ് കമ്പനിയുടെ വെന്യൂ മീറ്റിങ്ങുകൾ എന്ന് പറയും. ഇനി പുതുതായി കടന്നു വരുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിക്ക് ഈ ബിസിനസ് എങ്ങനെ ചെയ്യണം, വണ്ടി എങ്ങനെ ഓടിക്കണം എന്നുള്ള അറിവ് കൊടുക്കുന്നതാണ് ന്യൂ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഓറിയന്റേഷൻ പ്രോഗ്രാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ മേഖലയിലേക്ക് കടന്നു വരുന്ന വ്യക്തിയെ സംബന്ധിച്ച് ഒരു പുതിയ ന്യൂ ബോൺ ബേബിയെ പോലെയാണ്. ഒരു പുതിയ ന്യൂ ബോൺ ബേബിക്ക് ഒരുപാട് അറ്റാക്സ് ഉണ്ടാവാൻ സാധ്യതകൾ കൊണ്ട് നമ്മൾ പ്രോപ്പറായി ഇമ്മ്യൂണൈസേഷൻ കൊടുക്കും, അത് പ്രതിരോധ കുത്തിവെപ്പ് നടത്തും എന്ന് പറയുന്നത് പോലെ ഒരു പുതിയ ഡിസ്ട്രിബ്യൂട്ടർക്ക് ഈ മേഖലയെ കുറിച്ചുള്ള അറിവും പ്രദാനം ചെയ്യുന്ന, അയാൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള അയാളുടെ കോൺഫിഡൻസ് ഉയർത്തുന്ന പ്രോഗ്രാമുകളാണ് ന്യൂ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാമുകൾ. അതിന്റെ ഒരു അടുത്ത തലമാണ് അഡ്വാൻസ്ഡ് ട്രെയിനിങ് പ്രോഗ്രാമുകൾ. പിന്നീട് കുറച്ചും കൂടി ലീഡർഷിപ്പ് ലെവലിലുള്ള പ്രോഗ്രാമുകളാണ് LTP പ്രോഗ്രാം അല്ലെങ്കിൽ ലീഡർഷിപ്പ് ട്രെയിനിങ് പ്രോഗ്രാം. അൾട്ടിമേറ്റ്ലി 2 ദിവസം റെസിഡൻഷ്യൽ പ്രോഗ്രാമുകളോടുകൂടിയാണ് ഇതിന്റെ ബേസിക് സിസ്റ്റം, ഫിസിക്കൽ സിസ്റ്റം നമുക്ക് അവസാനിക്കുന്നത്. ഓരോ പ്രോഗ്രാമിനും അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. എക്സ്പീരിയൻസും ടീമും ഗ്രോ ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങളും നിങ്ങളുടെ ടീം അംഗങ്ങളെയും ഇത്തരത്തിലുള്ള പ്രോഗ്രാമിലൂടെ കടത്തി വെക്കുമ്പോൾ ഈ ബിസിനസ്സിനെ കൂടുതൽ ആഴത്തിൽ ഉൾക്കൊള്ളുന്നതിന് വേണ്ടിയും ഈ ബിസിനസ്സിന് വേണ്ടിയുള്ള പരിവർത്തനങ്ങൾ സ്വയം വരുത്തുന്നതിന് വേണ്ടിയും ഈ ബിസിനസ്സിൽ സിസ്റ്റത്തിൽ പറയുന്ന കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്നതിന് വേണ്ടിയും ഈ ഫിസിക്കൽ സിസ്റ്റം ട്രെയിനിങ്സുകൾ അവരെ സഹായിക്കുന്നു. ഈ ഫിസിക്കൽ സിസ്റ്റം ട്രെയിനിങ്സ് മാത്രമല്ല ഈ ബയോടത്തിലുള്ളത്. കൊറോണ നമുക്ക് തന്ന ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിൽ ഒന്നാണ് സൂം പ്ലാറ്റ്ഫോം, സൂം ക്ലൗഡ് മീറ്റിംഗ്സ് എന്നുള്ളത്. നമുക്കൊരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഈ ബയോടോട് നമുക്ക് തരുന്നുണ്ട്. ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ വീട്ടിലിരുന്നുകൊണ്ട് മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് ഈ ഇൻഡസ്ട്രിയെ കുറിച്ചും ബിസിനസിനെ കുറിച്ചും സിസ്റ്റത്തെ കുറിച്ചും പഠിക്കാനുള്ള അവസരം ഈ ബയോടോർ നിങ്ങൾക്ക് തരുന്നുണ്ട്. അല്ല, നമുക്ക് ഡെയിലി നമുക്ക് ഇന്ന് കിട്ടുന്ന മോർണിംഗ് സൂം 6 AM ക്ലബ് എന്ന് പറയുന്നത് നമ്മളെ ഓരോരുത്തരെയും ചാർജ് ചെയ്യുന്ന റീചാർജിങ് പ്രോഗ്രാമുകളാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം. നിരവധി ഇൻഫോർമേഷൻസ് ആണ് ഈ മോർണിംഗ് സൂമിലൂടെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പല ലാംഗ്വേജുകളിലും കമ്പനിയുടെ മോർണിംഗ് സൂം പ്രോഗ്രാമുകൾ, ഡെയിലി സൂം പ്രോഗ്രാമുകൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതിൽ കമ്പനിയെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ബോധ്യം നമുക്കുണ്ടാവും. ഈ കമ്പനി മാർക്കറ്റ് ചെയ്യുന്ന പ്രൊഡക്ട്സുകളെ കുറിച്ചുള്ള സെക്ഷൻസ് അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ കടന്നു വന്നിട്ടുള്ള ഇൻഡസ്ട്രിയെ കുറിച്ചുള്ള സെക്ഷൻസുകൾ പലപ്പോഴും ആവർത്തിച്ച് വരാറുണ്ട്. ഈ കമ്പനി മാർക്കറ്റ് ചെയ്യുന്ന ബിസിനസ് പ്ലാൻ എന്തുകൊണ്ട് നമ്മൾ അതിന്റെ പ്രത്യേകത മറ്റു പ്ലാനിൽ നിന്നും എന്തുകൊണ്ട് അച്ചീവേഴ്സിന് കൂടുതൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഷോർട്ട് സ്പാനിൽ ഈ ബയോടോപ്പിന് സാധിച്ചത്, പവർ ഓഫ് ഇൻകം പ്ലാനിനെ കുറിച്ചിട്ടും അതുപോലെ എങ്ങനെയാണ് ഈ കമ്പനിയുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത്, എങ്ങനെയാണ് രജിസ്ട്രേഷൻ ചെയ്യേണ്ടത്, എങ്ങനെയാണ് KYC ചെയ്യേണ്ടത്, എങ്ങനെയാണ് പിൻ ആക്ടിവേഷൻ നടത്തേണ്ടത്, എങ്ങനെയാണ് സൈറ്റ് ആക്ടിവേഷൻ നടത്തേണ്ടത്, എങ്ങനെയാണ് പ്രോഡക്റ്റ് ഡെസ്പാച്ചിന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യേണ്ടത്, ഓൺലൈൻ ബാക്ക് ഓഫീസിൽ ടെക്നിക്കൽ സെക്ഷൻസുകളും സൂമിലൂടെ നമ്മൾ പലപ്പോഴും ഇതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസ് കൊടുക്കുന്നുണ്ട്. ഇതിന്റെ റെക്കോർഡ് വേർഷൻസിനും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഈ ബിസിനസ് കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ബേസിക് ഓറിയന്റേഷൻ പ്രോഗ്രാമുകളും
നമുക്ക് സൂമിലൂടെ നമുക്ക് അവൈലബിൾ ആണ്. ടെസ്റ്റിമോണിയൽസ്, ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള ആളുകൾക്ക് കിട്ടിയിട്ടുള്ള അത്ഭുതകരമായ റിസൾട്ടുകളെ കുറിച്ചിട്ടുള്ള ടെസ്റ്റിമോണിയൽസും സൂമിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഒരു വ്യക്തിക്ക് പേഴ്സണൽ ഗ്രോത്തിന് വേണ്ട കണ്ടന്റ്സുകൾ ഈ സൂമിലൂടെ നിങ്ങൾക്ക് പല രീതിയിലും നിങ്ങൾക്ക് കമ്പനി തരുന്നുണ്ട്. കമ്പനിക്ക് ഒരു എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോം ഉണ്ട്. ആ പ്ലാറ്റ്ഫോമിന്റെ പേരാണ് ഈ ബയോട്ടോറിയം ഈ ഗ്രോത്ത് അക്കാദമി എന്ന് പറയുന്നത്. ഒരു വ്യക്തിയുടെ വ്യക്തിത്വ വികാസനത്തിലൂടെ അദ്ദേഹത്തിനെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നോളജ് സെക്ഷൻസ് കൊടുക്കുന്നതാണ് ഈ ഗ്രോത്ത് അക്കാദമിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഈ ഗ്രോത്ത് അക്കാദമിയിലുള്ള നിരവധി ബൂട്ട് ക്യാമ്പ്സിലൂടെ ഇൻഡസ്ട്രിയെ കുറിച്ച് ആഴത്തിൽ പഠിക്കാനുള്ള അവസരം, ഈ കമ്പനിയെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനുള്ള അവസരം. ഈ കമ്പനിയുടെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റിലൊന്ന് എഡ്യൂക്കേഷൻ ബേസ്ഡ് ഇൻഡസ്ട്രി ആയതുകൊണ്ട് തന്നെ എഡ്യൂക്കേഷൻ അത്രയധികം പ്രാധാന്യം കൊടുക്കുന്ന ഒരു കമ്പനിയാണ് ഈ ബയോട്ടോറിയം എന്നുള്ളതാണ്. ഈ മേഖലയിൽ പഠിക്കാൻ ആവശ്യമായ പല ട്രെയിനിങ് പ്രോഗ്രാമുകളുടെയും റെക്കോർഡഡ് വേർഷൻസ് ഇന്ന് യൂട്യൂബ്സിൽ അവൈലബിൾ ആണ്. അപ്പൊ നമുക്ക് രണ്ട് ഭാഗങ്ങളുണ്ട്. ഒന്ന് ഫിസിക്കൽ സിസ്റ്റം ട്രെയിനിങ്ങുകള്, രണ്ട് ഡിജിറ്റൽ സിസ്റ്റം ട്രെയിനിങ്ങുകൾ. ഇതാണ് സിസ്റ്റവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. ഇനി ഈ മേഖലയിൽ വിജയിക്കുന്ന നമ്മുടെ രണ്ടാമത്തെ പില്ലർ എന്ന് പറയുന്നത് സ്കിൽ ട്രെയിനിങ്സുകളാണ്. ഞാൻ പറഞ്ഞു അറിവ് മാത്രം പോരാ, സിസ്റ്റം ട്രെയിനിങ്ങിൽ നമുക്ക് അറിവ് കിട്ടുമെങ്കിൽ സ്കില്ലുകൾ, ഈ മേഖലയെ വിജയിപ്പിക്കുന്നതിന് ആവശ്യമായ സ്കില്ലുകൾ നമുക്ക് പലപ്പോഴും നമുക്ക് ഡെവലപ്പ് ചെയ്യേണ്ടത് ആവശ്യമാണ്. അറിവ് കൊണ്ട് മാത്രം നമുക്ക് കാര്യമില്ല, അറിവും കഴിവും കൂടി ചേരുമ്പോഴാണ് ഈ മേഖലയിൽ ഒരു വ്യക്തിക്ക് വിജയിക്കാൻ പറ്റുക. എന്താണ് ബേസിക് സ്കില്ലുകൾ? ബേസിക് സ്കില്ല്, ടീം ബിൽഡിംഗ് സ്കില്ല്. ഈ മേഖല വിജയിക്കുന്നുണ്ടെങ്കിൽ ഒരു ടീമിനെ നമ്മൾ ബിൽഡ് ചെയ്യണം. അപ്പൊ അതിന് നമുക്ക് വേണ്ടതാണ് വർക്ക്ഷോപ്പ് പ്രോഗ്രാമുകളുണ്ട്, ടീം ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. വർക്ക്ഷോപ്പ് പ്രോഗ്രാമുകളിലൂടെ നമുക്ക് ഈ ബിസിനസിന്റെ ബേസിക് സ്കില്ലുകൾ സ്വായത്തമാക്കാവുന്നതാണ്. എന്താ ബേസിക് സ്കില്ല് എന്ന് പറയുന്നത്? ആളുകളെ വിളിക്കുന്ന പ്രോസ്പെക്ട് ചെയ്യാനുള്ള സ്കില്ല് നമ്മൾ ഡെവലപ്പ് ചെയ്യണം. പ്രസന്റേഷൻ ചെയ്യാനുള്ള സ്കില്ല് നമ്മൾ ഡെവലപ്പ് ചെയ്യണം. ഈ കമ്പനിയെ കുറിച്ചുള്ള പ്രൊഡക്റ്റിനെ കുറിച്ചായിക്കോട്ടെ, ഈ കമ്പനിയുടെ ബിസിനസ് പ്ലാനിനെ കുറിച്ചായിട്ടുള്ള കാര്യങ്ങൾ ആളുകളോട് പറഞ്ഞു കൊടുക്കാനുള്ള സ്കില്ല്. ആർക്കാണ് ഈ ബിസിനസ് സ്വന്തമായിട്ട് പ്ലാൻ ചെയ്യാൻ പറ്റുന്നത്? ഈ സ്കില്ലുകൾ ഉള്ള ഒരു വ്യക്തിക്ക് മാത്രമാണ് ഈ ബിസിനസ് സ്വന്തമായിട്ട് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുക. ഇനിഷ്യലി ഈ ബിസിനസ് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ അപ്ലൈന്റെ സഹായത്തോടു കൂടിയാണെങ്കിൽ പിന്നീട് നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് ഈ ബിസിനസ് നമ്മൾ സ്വയം ചെയ്യാൻ തുടങ്ങുന്നത്, നമ്മുടെ വരുമാനം സ്വയം പ്ലാൻ ചെയ്യാൻ പറ്റുന്നത് ഈ ബേസിക് സ്കില്ലുകൾ നമുക്ക് ഡെവലപ്പ് ചെയ്തതിന് ശേഷമാണ്. അപ്പൊ ബേസിക് സ്കില്ലിനകത്ത് നമുക്ക് കിട്ടുന്നത് പ്രോസ്പെക്റ്റിംഗ്, ആളുകളെ വിളിക്കുന്നതിന് വേണ്ടിയുള്ള സ്കില്ല് ഡെവലപ്പ് ചെയ്യണം, പ്രസന്റേഷൻസ് നടത്തുന്നുള്ള സ്കില്ല് നമ്മൾ ഡെവലപ്പ് ചെയ്യണം, ഫോളോ അപ്പ് ചെയ്യുന്നതിനുള്ള സ്കില്ല് നമ്മൾ ഡെവലപ്പ് ചെയ്യണം. ആളുകൾ ഈ ഫീൽഡിൽ പോകുമ്പോൾ നമ്മളോട് പല രീതിയിലുള്ള ഒബ്ജക്ഷൻസ് ചോദിക്കും. ഇതിന് വില കൂടുതലാണോ? ബയോമാഗ്നറ്റിക് പ്രൊഡക്റ്റിന് എന്തെങ്കിലും ദൂഷ്യഫലങ്ങൾ ഉണ്ടോ? ഇങ്ങനെയൊക്കെ വരുമാനം കൊടുക്കാൻ കമ്പനിയെ കൊണ്ട് പറ്റുമോ? ഈ സമയം കിട്ടുന്നില്ല, കാശ് തീർന്നു പോയി. പല രീതിയിലുള്ള ഒബ്ജക്ഷൻസുകളെ നമ്മൾ നേരിടേണ്ടി വരും. ആ ഒബ്ജക്ഷൻസിനെ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നും അതിനുള്ള സ്കില്ലുകൾ നമ്മൾ ഡെവലപ്പ് ചെയ്യണം. അൾട്ടിമേറ്റ്ലി കാശ് വാങ്ങിക്കാനുള്ള സ്കില്ലും കൂടി നമ്മൾ ഡെവലപ്പ് ചെയ്യണം. പശുവിനെ നമ്മൾ കയറി കെട്ടാനുള്ള ആ ഒരു ടെക്നിക്ക് കൂടി നമ്മൾ പഠിച്ചാൽ മാത്രമേ നമുക്ക് ഈ മേഖലയിൽ വിജയിക്കാൻ പറ്റുള്ളൂ. സോ ബേസിക് സ്കില്ലുകൾ എന്ന് പറയുന്നത് പ്രോസ്പെക്ടിംഗ്, പ്രസന്റേഷൻ, ഫോളോ അപ്പ്, സെയിൽസ്, ഒബ്ജക്ഷൻ ഹാൻഡ്ലിംഗ് ആണ്. ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തി ഈ മേഖലയിൽ വിജയിക്കുമ്പോ ആ വ്യക്തി അയാളുടെ പ്രസന്റേഷൻ സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യുന്നത് 1-to-1 സ്ട്രെച്ചിലൂടെയും ഹോം മീറ്റിങ്ങുകളിലൂടെയും BOP സെന്ററുകളിലൂടെ പ്രസന്റേഷൻസിലൂടെയാണ്. അപ്പൊ നമ്മൾ ആദ്യം 1-to-1 കൊടുക്കാൻ പരിശീലിക്കണം. ഒരു വ്യക്തിയോട് ബിസിനസ് പറയാനുള്ള ഒരു കോൺഫിഡൻസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ അടുത്ത് ചെയ്യേണ്ടത് ഒരു ഗ്രൂപ്പിനെ ഫേസ് ചെയ്യാനുള്ള കോൺഫിഡൻസിലേക്ക് ഉയരുക എന്നുള്ളതാണ്. ഒരു ഗ്രൂപ്പിനെ ഫേസ് ചെയ്ത് പ്രസന്റേഷൻ ചെയ്യാനുള്ള കോൺഫിഡൻസിലേക്ക് ഉയരുന്നത് നമ്മൾ ഒരു ഹൗസ് മീറ്റിങ്ങുകളിൽ നിരന്തരമായി കൈകാര്യം ചെയ്യും. ഒരു 5-6 ഹൗസ് മീറ്റിങ്ങുകൾ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ ഒരു ഗ്രൂപ്പിനെ ഫേസ് ചെയ്തുകൊണ്ട് പ്രസന്റേഷൻ ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് നമുക്ക് ഉണ്ടാവും. അത് നമ്മൾ ഡെവലപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഒരു ടീമിന്റെ ഒരു മീറ്റിങ്ങിലോ അല്ലെങ്കിൽ കമ്പനിയുടെ ഒരു മീറ്റിങ്ങിലോ ഒരു വെൽനെസ് പ്രസന്റേഷനോ അല്ലെങ്കിൽ BOP പ്രോഗ്രാമുകൾ കൈകാര്യം ചെയ്യാനുള്ള കോൺഫിഡൻസിലേക്ക് നമുക്ക് ഉയരാനുള്ള ഒരു ശ്രമം നമ്മൾ നടത്താം. അപ്പൊ ആ ഘട്ടം ഘട്ടമായി നമ്മുടെ സ്കില്ലുകൾ നമ്മൾ മെച്ചപ്പെടുത്തണം. പ്രസന്റേഷൻ സ്കില്ലാണ് നമ്മൾ ആദ്യം മെച്ചപ്പെടുത്തേണ്ടത്. രണ്ടാമത്തെ സ്കില്ല് എന്ന് പറയുന്നത് ഓർഗനൈസിങ് സ്കില്ലാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഹോം മീറ്റിംഗ് ഓർഗനൈസ് ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരു മീറ്റിംഗ് ഓർഗനൈസ് ചെയ്യാൻ നമ്മൾ പഠിക്കുക. ആദ്യമായിട്ട് പല വ്യക്തികളും ഈ മേഖലയിൽ കടന്നു വന്നപ്പോ എനിക്കൊരു സ്വാഗതം പറയാൻ പറഞ്ഞാൽ എനിക്ക് സ്വാഗതം പറയാൻ അറിയില്ലായിരുന്നു.
പക്ഷെ നമ്മുടെ കൂടെ ഒരു വീട്ടിൽ കുറച്ച് ആളുകളെ വിളിക്കുമ്പോൾ അവരോടൊരു സ്വാഗതം പറയുമ്പോൾ എങ്ങനെയാണ് ഒരു സ്വാഗതം പറയേണ്ടത്, എങ്ങനെയാണ് ഒരു നന്ദി പറയേണ്ടത്, എങ്ങനെയാണ് ഒരു മീറ്റിംഗ് കോർഡിനേറ്റ് ചെയ്യേണ്ടത്, ഇത്തരത്തിലുള്ള അറിവുകൾ നമുക്ക് കിട്ടുന്ന ബേസിക് ആയിട്ടുള്ള നമ്മുടെ ബേസിക് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഒരു ഹൗസ് മീറ്റിംഗ് ആണ്. അപ്പൊ ഹൗസ് മീറ്റിംഗിലൂടെയാണ് ഓർഗനൈസിങ് സ്കില്ലുകൾ നമ്മൾ പഠിക്കുന്നത്. കുറച്ച് കഴിയുമ്പോൾ ഒരു ടീമിനെ ഫോം ചെയ്ത് കഴിയുമ്പോൾ ഒരു ടീമിന്റെ ഒരു മീറ്റിംഗ് നമ്മൾ കൈകാര്യം ചെയ്തുകൊണ്ട് കൂടുതൽ ഓർഗനൈസേഷൻ സ്കില്ലുകൾ നമ്മൾ ഡെവലപ്പ് ചെയ്യും. ഈ മേഖലയിൽ വിജയിക്കുന്നതിന് വേണ്ട രണ്ടാമത്തെ സ്കില്ലാണ് ഓർഗനൈസിങ് സ്കില്ല്. മൂന്നാമത്തെ സ്കില്ലാണ് ടീം ബിൽഡിംഗ് സ്കില്ലുകൾ എന്ന് പറയുന്നത്. ഈ മേഖലയിൽ വിജയിക്കുന്നതിന് ഞാൻ പറഞ്ഞത് 100% ടീം ലെവൽ ബിസിനസ് ആണ്. എന്താണ് ടീം ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ, നമ്മുടെ ടീമിന്റെ ഏറ്റവും പരമപ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു കോമൺ ലക്ഷ്യത്തിന് വേണ്ടി ഒരു ടീമിനെ ക്രിയേറ്റ് ചെയ്യുകയും ഡെവലപ്പ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ കോമൺ ലക്ഷ്യം എന്താണ്? ഇന്ത്യയിലുള്ള 140 കോടി ജനങ്ങളെയും ഒരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്തിക്കുക എന്നുള്ള ലക്ഷ്യമാണ് ഒരു ടീമിൽ ഈബായിട്ടുള്ള കമ്മ്യൂണിറ്റിക്കുള്ളത്. അതിൽ എടുത്തുള്ള പ്ലാറ്റ്ഫോമാണ് ഡയറക്ട് സെല്ലിംഗ് ഫോർമുല. ഓൾറെഡി 350ലധികം വ്യക്തികൾ ഈ മേഖലയുടെ കോടീശ്വരന്മാരായിട്ടുണ്ടെങ്കിൽ ഈ ബിൽഡിങ്ങിലൂടെ നമുക്ക് അത് നേടിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ ഡയറക്ട് സെല്ലിംഗിൽ ഒരു സ്ട്രോങ് ടീമാണ് ആ ഒരു മേഖലയിൽ ആ വ്യക്തിയെ വിജയിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത്. പിന്നെ ഈ മേഖല വിജയിക്കുന്നതിന് വേണ്ടി നമുക്ക് എന്ത് വേണം? ഒരു സപ്പോർട്ട് സിസ്റ്റം ആവശ്യമാണ്. ആ സപ്പോർട്ട് സിസ്റ്റം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ടീം ബിൽഡിങ്ങിലൂടെയാണ്. അപ്പൊ നമ്മുടെ ഇൻകം കൂട്ടുന്നതിന് വേണ്ടിയുള്ള പ്രോപ്പർ ഡ്യൂപ്ലിക്കേഷൻ നമ്മൾ നടത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ ടീം ബിൽഡിങ്ങിൽ ഫോക്കസ്ഡ് ആവണം. ആ ടീം ബിൽഡിങ്ങിലൂടെയാണ് നമ്മൾ ഈ ബിസിനസ്സിൽ വലിയ അച്ചീവ്മെന്റ് ഉണ്ടാക്കുന്നത്. ഒന്നാമത്തെ സ്റ്റേജ് ടീം ബിൽഡിങ്ങിലെ ഒന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഇതാണ്, കോണ്ടാക്ടിങ് ആൻഡ് പ്രോസ്പെക്ടിങ് ആണ്. നിങ്ങളുടെ കൂടെയുള്ള ആളുകളെ കോണ്ടാക്ട് ചെയ്യാനും പ്രോസ്പെക്ട് ചെയ്യാനും ഉള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മൾ വരിക എന്നുള്ളതാണ്. കോണ്ടാക്ടിങ്ങിലും പ്രോസ്പെക്ടിങ്ങിലൂടെയാണ് ടീം ആദ്യം വളരുക എന്നുള്ളതാണ്. രണ്ടാമത്തത്, ഒരു സ്ട്രോങ് കോണ്ടാക്ട് ലിസ്റ്റ് ഉള്ള വ്യക്തിക്കാണ് ഒരു നല്ല ടീമിനെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഇൻഫ്ലുവൻഷ്യൽ പേഴ്സണാലിറ്റി ഉള്ള ആളുകളെ നമ്മൾ വളരെയധികം പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് ഒരു ടീമിന് വേണ്ട രീതിയിലുള്ള ഒരു ലിസ്റ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുക. കോണ്ടാക്ടിങ് ആൻഡ് പ്രോസ്പെക്ടിങ് ആണ് ഒന്നാമത്തെ സ്റ്റേജ്. രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ആളുകളെ വിളിക്കുകയാണ്. ഒരു ടീമിനെ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ആളുകളെ വിളിക്കുകയും ആളുകളെ പ്രോസ്പെക്ട് ചെയ്യുകയും അതോടൊപ്പം തന്നെ ആളുകളെ നിങ്ങളുടെ മീറ്റിങ്ങുകളിലേക്ക് വിളിക്കുകയാണ് രണ്ടാമത്തെ സ്റ്റേജ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ സിമ്പിൾ ആയതും വളരെ ഷോർട്ടായിട്ടും വളരെ ആത്മവിശ്വാസത്തോടുകൂടിയും ആളുകളുടെ ഉള്ളിൽ ജിജ്ഞാസ വർദ്ധിപ്പിച്ചുകൊണ്ടുമാണ് നമ്മൾ ഒരു വ്യക്തിയെ വിളിക്കേണ്ടത്. അപ്പൊ ഇൻവിറ്റേഷൻ പ്രാക്ടീസുകളിലൂടെ നമ്മുടെ ടീമിനെ നമുക്ക് രണ്ടാം ഘട്ടം ടീം ബിൽഡിംഗ് രണ്ടാമത്തെ ഘട്ടമാണ്. മൂന്നാമത്തെ ഘട്ടം പ്രസന്റേഷൻ ചെയ്യുകയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ബിസിനസ് പ്ലാനിനെ കുറിച്ച് വ്യക്തമായ അവബോധം അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക. അപ്പൊ പ്രസന്റേഷനിലൂടെയാണ് നമുക്ക് സാധിക്കുക. നാലാമത്തത് ഫോളോ അപ്പിലൂടെയാണ് നമ്മളെ ആളുകളെ ഈ ബിസിനസ്സിലേക്ക് നമുക്ക് കൂട്ടിക്കൊണ്ടുവരാൻ പറ്റുക. അവരുടെ ഉള്ളിലുള്ള സംശയങ്ങളൊക്കെ ദൂരീകരിച്ചുകൊണ്ട് അവരെ ഈ ബിസിനസ്സിലേക്ക് കൈപിടിച്ചുകൊണ്ടിരിക്കുന്ന പ്രോസസ്സാണ് ഫോളോ അപ്പ് എന്ന് പറയുന്നത്. അഞ്ചാമത്തത് ക്ലോസിംഗ് ആണ്. ടീം ബിൽഡിങ്ങിന്റെ അഞ്ചാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ക്ലോസിംഗ് ആണ്. ഒരു വ്യക്തി ബിസിനസ്സിലേക്ക് എൻട്രി ആവുന്നത് ക്ലോസിംഗ് നടത്തുമ്പോഴാണ്. അപ്പൊ ക്ലോസിംഗ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ട്. ടീം ബിൽഡിങ്ങില് നമ്മൾ ബിസിനസ്സിലേക്ക് അവരെ കൈപിടിച്ചു കൊണ്ടുവരുന്ന പ്രോസസ്സ് ക്ലോസിംഗിലാണ്. ആറാമത്തെ പ്രോസസ്സ് ഓൺബോർഡിംഗ് ആണ്. നമ്മളൊരു ഫ്ലൈറ്റിൽ പോകുന്ന സമയത്ത് നമുക്കറിയാം, ഫ്ലൈറ്റിലേക്ക് നമ്മൾ കടന്നു ചെല്ലുന്ന സമയത്ത് എയർ ഹോസ്റ്റസ് നമ്മളെ വെൽക്കം ചെയ്യും, വെൽക്കം ഓൺ ബോർഡ്. പൈലറ്റ് നമ്മളെ വെൽക്കം ചെയ്യും, വെൽക്കം ഓൺ ബോർഡ് എന്ന് പറയുന്ന പോലെ ഈ ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വരുന്ന പുതിയ ഒരു ന്യൂ ബോൺ ബേബിയെ സംബന്ധിച്ചിടത്തോളം ഇൻഡസ്ട്രിയെ കുറിച്ച് യാതൊരു അവബോധവുമില്ല. എന്താണ് ചെയ്യേണ്ടതെന്ന് അവർക്ക് വ്യക്തമായി യാതൊരു ഒരു അവയർനെസ് ഇല്ലാത്ത സമയത്ത് അവരെ പ്രോപ്പറായി ഇൻഡസ്ട്രിയിലേക്ക് കൈപിടിച്ച് കൂട്ടിക്കൊണ്ടുവരുന്നതിനാണ് നമ്മൾ ഓൺ ബോർഡിംഗ് എന്ന് പറയുന്നത്. ഒരു കൃത്യമായ രീതിയിൽ ഇൻഡസ്ട്രിയെ കുറിച്ച് മനസ്സിലാക്കി കൊടുക്കുക, അവർക്ക് ട്രെയിനിങ്സുകൾ കൊടുക്കുക, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഓൺ ബോർഡിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സമയബന്ധിതമായി കൊടുത്താൽ സ്വാഭാവികമായിട്ടും അവർ നമുക്ക് നല്ല രീതിയിലുള്ള റിസൾട്ട് വരും. കാരണം ഒരു വ്യക്തി ഈ ബിസിനസ് ഏറ്റവും ആവേശത്തിൽ ചെയ്യുന്ന സമയം എന്ന് പറയുന്നത് തുടക്കത്തിലാണ്. ഒരുപാട് പ്രതീക്ഷകളോടുകൂടി ഒരുപാട് ആത്മവിശ്വാസത്തോടെ ഈ ഇൻഡസ്ട്രിയിലേക്ക് കടന്ന ഒരു വ്യക്തിക്ക് കൃത്യമായിട്ടുള്ള അവയർനെസ്സും സപ്പോർട്ടും കൊടുക്കാൻ സാധിച്ചാൽ ആ വ്യക്തി ഈ ഇൻഡസ്ട്രിയെ കൂടുതൽ ആഴത്തിൽ സ്നേഹിച്ചുകൊണ്ട് ഏറ്റെടുത്ത് ചെയ്യും എന്നുള്ളതാണ് ഓൺ ബാഡ്. ഈ ബിസിനസ് മുന്നോട്ട് പോകുന്ന ടീം ബിൽഡിംഗിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് സപ്പോർട്ട് നമ്മൾ ഈ ബിസിനസ്സിൽ കൊടുക്കണം. ഈ ബിസിനസ്സുമായി ബന്ധപ്പെട്ട ടീമിനെ ഡെവലപ്പ് ചെയ്യാൻ സമയത്ത് പ്രോപ്പർ ആയിട്ട് ഇൻഡസ്ട്രിയെ കുറിച്ചുള്ള നോളജ് കൊടുക്കണം. ഇബൈടോർത്തിന്റെ പ്രത്യേകതകൾ അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം. അതിന്റെ പ്ലസ് പോയിന്റ്സ് മനസ്സിലാക്കി കൊടുക്കണം. അതോടൊപ്പം തന്നെ ഇബൈടോർ മാർക്കറ്റ് ചെയ്യുന്ന പ്രോഡക്റ്റുകളുടെ സാധ്യതയും യുണീക്നെസ്സുകളും അവരുടെ ബെനിഫിറ്റ്സുകളും നമ്മൾ മനസ്സിലാക്കി കൊടുക്കണം. അതുപോലെ തന്നെ ഈ മേഖലയിൽ വിജയിക്കുന്നതിന് ആവശ്യമായ സ്കില്ലുകൾ അവർ ഡെവലപ്പ് ചെയ്യാൻ
അവരെ നമ്മൾ ഹെൽപ്പ് ചെയ്ത് കൊടുക്കണം. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റിലൂടെയാണ് നമ്മുടെ ടീം ഗ്രോ ചെയ്യുക. ടീം ഗ്രോ ചെയ്യുന്നതിന് ട്രെയിനിങ്ങിന് ആൻഡ് ഡെവലപ്മെന്റിന് അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. നമ്മുടെ കൂടെയുള്ള ഓരോരുത്തരെയും സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തിയാവണം. ഒരു വ്യക്തി ബിസിനസ്സിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ 1 കൊല്ലം 2 കൊല്ലമായിട്ട് അയാളെ കൂടെ കൊണ്ട് നടന്നാൽ അതിനർത്ഥം അയാൾ ഒന്നെങ്കിൽ മന്ദബുദ്ധിയായിരിക്കും, അല്ലെങ്കിൽ അയാളുടെ അപ്ലൈൻ മന്ദബുദ്ധിയായിരിക്കും. ഈ ബിസിനസ്സിലെ ഓരോ കാര്യങ്ങളും ഏത് കൊച്ചുകുട്ടിക്കും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ പ്രോപ്പർ ആയിട്ട് ഓരോ വ്യക്തിയെയും ആക്റ്റീവ് ആക്കി നിർത്തുന്നതിന് വേണ്ടിയുള്ള പ്രോപ്പർ ആക്ടിവേഷൻ ആണ് ഈ ടീം ബിൽഡിങ്ങിലെ 8ാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത്. ആക്ടിവേറ്റഡ് ആക്കണം. ടീമിലുള്ള ഓരോ അംഗങ്ങളും ആക്റ്റീവ് ആയാൽ മാത്രമേ നമുക്ക് ഈ ബിസിനസിന്റെ വർക്കിംഗ് അവർ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. തുടക്കത്തിൽ ഈ ബിസിനസ് മുന്നോട്ട് ചെയ്യുന്ന സമയത്ത് ഒരു വ്യക്തിയെ നമ്മൾ ഇനിഷ്യൽ സെയിൽസില് നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യണം. ജീവിതകാലം മുഴുവൻ സെയിൽസിന് വേണ്ടി അവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യരുത്. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ഇഫ് യു ഗിവ് ഫിഷ് ടു എ മാൻ യു ക്യാൻ ഫീഡ് ഹിം ഫോർ വൺസ്. ഒരു വ്യക്തിക്ക് മത്സ്യം കൊടുത്താൽ ഒരു നേരം ഭക്ഷണം കൊടുക്കാൻ പറ്റും. ഇഫ് യു ടീച്ച് ഹിം ഹൗ ടു ഫിഷ് യു ക്യാൻ ഫീഡ് ഹിം എൻറ്റയർ ലൈഫ്. ഒരാളെ ചൂണ്ടയിടാൻ പഠിപ്പിച്ചാൽ അയാൾ ജീവിതകാലം മുഴുവൻ ജീവിക്കാൻ നമ്മൾ പഠിപ്പിക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ടത് അയാളെ ഇനിഷ്യൽ സ്റ്റേജിൽ സപ്പോർട്ട് ചെയ്യുക. അയാളുടെ കോൺഫിഡൻസ് ഉയർത്തിക്കൊണ്ട് തന്നെ അയാളെ കൊണ്ട് ഇത് ചെയ്യിക്കാനുള്ള ഒരു ഇനിഷ്യൽ ലെവലില് അയാൾക്ക് കോൺഫിഡൻസ് കൊടുത്തുകൊണ്ട് അയാൾ ആക്ടിവേറ്റ് ചെയ്യിക്കാൻ നമ്മൾ അയാളെ ശ്രദ്ധിക്കണം എന്നതാണ്. ഈ ബിസിനസിന്റെ കീ എന്ന് പറയുന്നത് ഡ്യൂപ്ലിക്കേഷൻ ആണ്. വിജയിച്ച എല്ലാ ആളുകളും ഈ ബിസിനസ് സിസ്റ്റം പറയുന്നത് പോലെ കൃത്യമായ രീതിയിൽ ഈ ബിസിനസ് ചെയ്യേണ്ട കാര്യങ്ങൾ ആവർത്തിച്ച് ഡ്യൂപ്ലിക്കേറ്റഡ് ആക്കി ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഒരു ടീമിനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യിക്കാനുള്ള ഏറ്റവും എളുപ്പമായ മാർഗം അതാദ്യം നിങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ ചെയ്യുന്ന ഒരു കാര്യം മാത്രമേ നിങ്ങൾ ടീമിനെ കൊണ്ട് നിങ്ങൾക്ക് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ കീ ഓഫ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഈസ് ഓൾ അബൌട്ട് ഡ്യൂപ്ലിക്കേഷൻ. നമ്മുടെ ടീമിലുള്ള ഓരോരുത്തരെയും ഈ ലക്ഷ്യത്തിന് വേണ്ടി കാര്യം ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടി അവരെ എപ്പോഴും എംപവർ ചെയ്യുക എന്നുള്ളതാണ്. അൾട്ടിമേറ്റ് ഈ ബിസിനസിന്റെ ടീം ബിൽഡിംഗിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ലീഡർഷിപ്പാണ്. ലീഡർഷിപ്പിലേക്ക് കടക്കുന്ന സമയത്ത് ഈ ബിസിനസ്സിൽ ഹ്യൂജ് ഇൻകം നിങ്ങൾ പ്രതീക്ഷിക്കണമെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച് ലീഡർഷിപ്പ് സ്കില്ലുകൾ നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടത് ആവശ്യമാണ്. ലീഡർഷിപ്പിലേക്ക് കടക്കുന്ന ഒരു വ്യക്തിക്കാണ് ഇതിലുള്ള ഹ്യൂജ് ഇൻകം നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. ഈ ഇൻഡസ്ട്രിയിലെ എല്ലാ ഗുണങ്ങളും എൻജോയ് ചെയ്യാൻ പറ്റുന്നത് നിങ്ങളൊരു ലീഡറായിട്ട് മാറുമ്പോൾ. നിങ്ങളൊരു ലീഡറായ മാത്രം പോരാ, നിങ്ങളുടെ ടീമിലുള്ള ലീഡർഷിപ്പ് ക്വാളിറ്റിയിലുള്ള അംഗങ്ങളെ കണ്ടെത്തി അവർക്ക് അവരെ ഡെവലപ്പ് ചെയ്യുന്നതിനും അവർക്ക് ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുന്നതിനും അവരെ പ്രോപ്പറായി മെന്റർ ചെയ്യാനും ഗൈഡൻസ് ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കുമ്പോഴാണ് നിങ്ങൾ ഒരു മികച്ച ലീഡറായിട്ട് മാറുന്നത്. നിങ്ങളുടെ ഇൻഡിപെൻഡന്റ് ലീഡേഴ്സിനെ ഇൻഡിപെൻഡന്റ് ടീമിനെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി തയ്യാറാക്കുമ്പോഴാണ് ഈ ബിസിനസ് ഒരു അടുത്ത തലത്തിലേക്ക് പോകുന്നത്. കാരണം ഇത് 100% ഒരു ടീം ബിൽഡിംഗ് ബിസിനസ് ആണ്. ഈ ടീമിന്റെ എക്സ്പാൻഷൻ മൾട്ടി ലെവൽ എക്സ്പാൻഷൻസിലേക്ക് നമ്മൾ നടക്കടക്കേണ്ടി വരും. കേരളം എന്ന് പറയുന്നത് നമുക്കറിയാം കേരളത്തിന്റെ പ്രധാനപ്പെട്ട സ്ഥിരാകേന്ദ്രം എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട 3 പട്ടണങ്ങളാണ്: തിരുവനന്തപുരം, കൊച്ചി, കാലിക്കറ്റ് എന്ന് പറയുന്നത് പോലെ നമ്മൾ നാളെ ജിയോഗ്രാഫിക്കലായിട്ട് ഈ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ പ്ലാൻ ചെയ്യണം. കാരണം കേരളത്തിലെ എല്ലാ ജില്ലകളിലും നാളെ നമുക്ക് ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. നാളെ ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിലും ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ബിസിനസിന്റെ ഡെപ്തും വിട്ടും നാളെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ടീം എക്സ്പാൻഷന് വേണ്ടി നമ്മൾ പ്ലാൻ ചെയ്യുമ്പോഴാണ് ഒരു വലിയ ടീം ബിൽഡിങ്ങിൽ നമുക്ക് വലിയ നേട്ടങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുക എന്നുള്ളതാണ്. ഇനി അടുത്തത് വേണ്ടത് എന്ന് പറഞ്ഞാൽ സ്റ്റെബിലിറ്റി ആൻഡ് റിട്ടൻഷൻ. ടീം ഉണ്ടാക്കിയാൽ മാത്രം പോരാ. പലപ്പോഴും തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു സ്ഥലത്തും ടീം ഉണ്ടാവുന്നുണ്ട്, അപ്പുറത്തൊരു ടീം ഡ്രോപ്പ് ഔട്ട് ആവുന്നുണ്ട്. അപ്പൊ ടീം എന്തുകൊണ്ട് ഡ്രോപ്പ് ഔട്ട് ആവുന്നു അതിനുള്ള കാരണങ്ങൾ നമുക്കറിയാം. ഒരു പ്ലാന്റ് അല്ലെങ്കിൽ ഒരു ക്രോപ്പ് നമ്മൾ നട്ടു കഴിഞ്ഞാൽ അത് വളർന്ന് വലുതാവുന്ന സമയത്ത് അതിന് പ്രോപ്പറായി ഫെർട്ടിലൈസേഷൻ, വാട്ടറിങ് ആവശ്യമാണ്. അതിന് കൃത്യമായ ഇടവേളകളിൽ കൃത്യമായ രീതിയിൽ അതിന് പരിപാലനം കൊടുത്താൽ ആ ക്രോപ്പ് നല്ല ഫലം നമുക്ക് തരും. ചിലപ്പോൾ അതിന് അറ്റാക്സ് ഉണ്ടാവും. അത് പുഴുക്കളിൽ നിന്ന് അറ്റാക്ക് ഉണ്ടാവും, മറ്റ് ഇൻസെക്റ്റുകളിൽ നിന്ന് അറ്റാക്കുകൾ ഉണ്ടാവും, മറ്റ് ജീവികളിൽ നിന്ന് അറ്റാക്കുകൾ ഉണ്ടാവും. അറ്റാക്കുകൾ ഉണ്ടാകുമ്പോൾ അതിനെ പ്രതിരോധിക്കാനും അതിന് മറുമരുന്ന് സമയബന്ധമായി ചെയ്യുമ്പോഴാണ് ആ ടീം നിലനിൽക്കുക എന്നുള്ളത്. ചിലപ്പോൾ അതിന് പ്രോപ്പർ ആയിട്ടുള്ള ബൈപ്പാസ് സർജറീസുകൾ ആവശ്യമാവും. ഇത്തരത്തിൽ ടീമിനെ സ്റ്റെബിലൈസ് ചെയ്യാനും റീടൈൻ ചെയ്യാനും സാധിക്കുമ്പോഴാണ് നമുക്ക് ഒരു മികച്ച ടീം ബിൽഡർ ആകാൻ പറ്റും. 12 സ്റ്റെപ്പുകളാണ് ടീം ബിൽഡിങ്ങിൽ നമുക്കുള്ളത്. ഇനി ഒരു നല്ല ടീമില് നമ്മൾ മുന്നോട്ട് ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വേണ്ട സ്കില്ലാണ്
ആശയവിനിമയത്തിനുള്ള സ്കില്ലാണ്. നല്ല നെറ്റ്വർക്ക് മാർക്കറ്റേഴ്സിനെല്ലാം നല്ല രീതിയിൽ സംസാരിക്കാനുള്ള കഴിവുണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ ആശയങ്ങൾ മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കാനുള്ള സ്കില്ലിനെയാണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ വളരെ സിമ്പിൾ ആയിട്ടും ക്ലിയർ ആയിട്ടും മറ്റുള്ളവർക്ക് മനസ്സിലാവുന്നത് പോലെ ആളുകളിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നതിന് വേണ്ടി നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ട സ്കില്ലാണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറയുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ടീമിനെ പ്രോപ്പറായി മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ടീമിനെ എ ടീം, ബി ടീം, സി ടീം ആയിട്ട് തിരിക്കണം. എ ടീം എന്ന് പറയുന്ന ആരാണ്? നിങ്ങളുടെ ഏറ്റവും മോസ്റ്റ് ആക്റ്റീവ് മെമ്പേഴ്സിനെ നിങ്ങൾ എ ടീമിൽ പെടുത്തുക. അവരുമായി നിങ്ങൾ നിരന്തരമായി സമ്പർക്കത്തിലാവുക എന്നുള്ളതാണ് കമ്മ്യൂണിക്കേഷൻ ഏറ്റവും പ്രധാനപ്പെട്ട. ടീം നിലനിൽക്കുന്നതിന് പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ആവശ്യമാണ്. നിങ്ങളുടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച വെള്ളം, വെർട്ടിലൈസേഷൻ, വാട്ടറിങ് എന്നൊക്കെ പറയുന്നതിൽ പ്രധാനപ്പെട്ട റോൾസ് ആണ് കമ്മ്യൂണിക്കേഷൻ ഉള്ളത്. അപ്പൊ ഡേ ടീമിനുമായിട്ട് ഡെയിലി നമ്മൾ നിരന്തരമായി സമ്പർക്കത്തിൽ വരിക എന്നുള്ളതാണ്. ഈ ബി ടീമിനുമായിട്ട് നമ്മൾ ആഴ്ചയിൽ 3 തവണയെങ്കിലും സമ്പർക്കത്തിൽ വരിക എന്നതാണ്. സി ടീമുമായി നമ്മൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും സമ്പർക്കത്തിൽ വന്നതുകൊണ്ട് പ്രോപ്പറായി ടീമിലുള്ള കമ്മ്യൂണിക്കേഷൻ നമുക്ക് നിലനിർത്താൻ പറ്റും. ഇത് കമ്മ്യൂണിക്കേഷൻ മാത്രമാണ്. ഈ ബിസിനസ് എന്താണ്? റിയൽ ആയി നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ബിസിനസിനെ പറയുമ്പോൾ ഇതൊരു മാൻ മാനേജ്മെന്റ് ബിസിനസ് ആണ്. മാൻ മാനേജ്മെന്റ് ഈസ് നോട്ട് ടഫ്, നോട്ട് ഈസി. അത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല, പക്ഷെ അത് അത്ര എളുപ്പമുള്ള കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് ഈ ബിസിനസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടുത്ത ഘട്ടം എന്ന് പറയുന്നത് മാൻ മാനേജ്മെന്റ് സ്കില്ലാണ്. കാരണം ആളുകളെ കൈകാര്യം ചെയ്യാൻ നമ്മൾ പഠിക്കണം, ആളുകളുമായി ഇടപഴകാൻ നമുക്ക് പഠിക്കണം, ആളുകളുമായി സമ്പർക്കത്തിലാവാൻ നമ്മൾ പഠിക്കണം. അങ്ങനെ സമ്പർക്കത്തിലാവുന്ന വ്യക്തികൾക്കാണ് നല്ല ടീമിനെ, മികച്ച ടീമിനെ വാർത്തെടുക്കാൻ പറ്റുക. ഒരു നല്ല ടീമിനെ മാനേജ് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം നമ്മളെ സ്വയം മാനേജ് ചെയ്യാൻ പഠിക്കണം എന്നുള്ളതാണ്. കാരണം ഈ മേഖലയിൽ മറ്റു മേഖലയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നിങ്ങളാണ് നിങ്ങളുടെ ടീമിന്റെ സിഇഒ, നിങ്ങളാണ് നിങ്ങളുടെ ടീമിന്റെ ബോസ് എന്ന് പറയുന്നത്. നിങ്ങൾ തന്നെ നിങ്ങളെ സ്വയം മാനേജ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പൊ മാൻ മാനേജ്മെന്റില് ഇവിടെ ഈ ബിസിനസ് 3 എന്താ പറയാ ഇന്റർ കണക്റ്റഡ് സിസ്റ്റത്തിലൂടെയാണ് ഈ നെറ്റ്വർക്ക് സിസ്റ്റംസ് വർക്ക് ചെയ്യുന്നത്. ഒന്ന് സെൽഫ് മാനേജ്മെന്റ് ആണ്, നിങ്ങൾ നിങ്ങളെ മാനേജ് ചെയ്യുക എന്നുള്ളതാണ്. 2 മാൻ മാനേജ്മെന്റ് ആണ്. 3 ഡ്യൂപ്ലിക്കേഷൻ ആണ്. കീപ് ഇറ്റ് സിമ്പിൾ, സ്റ്റുപ്പിഡ് ആൻഡ് ഡ്യൂപ്ലിക്കേറ്റബിൾ. ഏത് കൊച്ചു കുട്ടിക്കും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നിങ്ങളുടെ സിസ്റ്റത്തിലൂടെ ആളുകൾക്ക് ചെയ്ത് കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ 3 ഇന്റർ കണക്റ്റഡ് സിസ്റ്റത്തിലാണ് ഇതിൽ മുന്നോട്ട് പോകുന്നത്. ഈ സെൽഫ് മാനേജ്മെന്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ഈഗോയാണ്. നമ്മളൊരു ടീമിനെ ഉണ്ടാക്കി കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ എന്ത് പറ്റും? ടീമിലുള്ള അംഗങ്ങൾ തമ്മിൽ ഈഗോസ് സ്റ്റാർട്ട് ചെയ്യും. ഈഗോസ് എന്താണ്? ഈഗോ എന്ന് പറഞ്ഞാൽ ഈശ്വരൻ ഗോ എന്നുള്ളതാണ്. ഇവിടെ പല രീതിയിൽ ഈഗോയാണ് ഇവിടുത്തെ സൈലന്റ് കില്ലർ. നമ്മുടെ കൂടെയുള്ള ആളുകളുടെ പല ടീമുകളും നാളെ നശിച്ചു പോകുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈഗോസ് ആണ്. അപ്പൊ ഈഗോയെ മാനേജ് ചെയ്യാൻ നമ്മൾ പഠിച്ചില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും കുറച്ച് കഴിയുമ്പോൾ നമ്മളോട് കൂടെ നിൽക്കുന്ന പല ആളുകളും ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് വേണ്ടത്, നമ്മൾ പല ആളുകളും ബിസിനസ്സിലേക്ക് കടന്നു വരുന്ന പല വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ടീമിലുള്ള ആളുകളെ ബോസ് ചെയ്യാൻ തയ്യാറാകും. ഇത് ബോസിങ് പാടില്ല. കാരണം ഈ ഇൻഡസ്ട്രിയിലേക്ക് പലരും കടന്നു വരുന്നത് ബോസിനെ വെറുത്തിട്ടാണ്. അപ്പോ ഇവിടെ ബോസിങ് ഇല്ല. ഇവിടെ വേണ്ടത് ഒരു സർവന്റ് ലീഡർഷിപ്പ് മെന്റാലിറ്റിയാണ്. അതായത് നമ്മുടെ വന്നിരിക്കുന്ന ഓരോരുത്തരെയും അൺകണ്ടീഷണൽ ആയിട്ട് സർവ് ചെയ്യാനുള്ള ഒരു മെന്റാലിറ്റി ആണ് നമുക്കിവിടെ ഉള്ളത്. ഒരിക്കലും നമുക്ക് ഒരാളെ എന്ത് ചെയ്യാൻ പാടില്ല? ബോസ് ചെയ്യാൻ പറ്റില്ല, അയാളുടെ ഈഗോനെ ഹർട്ട് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. ഈഗോയില് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈഗോ എന്ന് പറയുന്നത് ഡൗൺലൈൻ ഈഗോ ആണ്. എന്താ ഡൗൺലൈൻ? നമ്മുടെ താഴെയുള്ള ആൾക്കാരെ മാനേജ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഈഗോ. നമ്മുടെ കൂടെയുള്ള ആളുകൾ നമ്മളെക്കാൾ പെർഫോം ചെയ്യുമ്പോൾ നമുക്ക് ഈഗോ ഉണ്ടാവും. നമ്മുടെ കൂടെയുള്ള ആളുകൾ നമ്മളെക്കാൾ ഇൻകം അച്ചീവ്മെന്റ് ഉണ്ടാവുമ്പോൾ നമുക്ക് ഈഗോ ഉണ്ടാവും, അല്ലെ? അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ കൂടെയുള്ളവർ നമ്മളെക്കാൾ പെർഫോം ചെയ്താൽ നമ്മൾ സന്തോഷിക്കുക. കാരണം എന്താ? നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കൂടെ മിടുക്കന്മാരായ ആളുകൾ വരുന്നു എന്നുള്ളതാണ്. മറിച്ച് അവരെ നമ്മൾ ഹെൽപ്പ് ചെയ്യുക, അവരെ നമ്മൾ എന്ത് ചെയ്യുക? പ്രൈസ് ചെയ്യുക. പലപ്പോഴും നമ്മൾ ആളുകളെ എന്ത് ചെയ്യാൻ പറ്റില്ല? റെക്കഗ്നിഷൻ. ആളുകളെ നമ്മൾ എന്ത് ചെയ്യണം? റെക്കഗ്നൈസ് ചെയ്യണം. പ്രൈസ് ഇൻ പബ്ലിക്, ക്രിട്ടിസൈസ് ഇൻ പ്രൈവറ്റ്. നമ്മൾ എവിടെ വെച്ചാണ് റെക്കഗ്നിഷൻ കൊടുക്കേണ്ടത്? പൊതുവേദികളിൽ അവർക്ക് എന്ത് കൊടുക്കുക? കോമൺ പ്ലാറ്റ്ഫോമിൽ അവർക്ക് റെക്കഗ്നിഷൻ കൊടുക്കുക, അവർക്ക് അഭിനന്ദനങ്ങൾ കൊടുക്കുക, അവരെ മോട്ടിവേറ്റ് ചെയ്യുക. ഇതാണ് നമ്മുടെ റോൾ എന്ന് പറയുന്നത്. നമുക്ക് എന്തെങ്കിലും കോരാദികളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഒരിക്കലും പബ്ലിക് ആയിട്ട് അത് ചെയ്യരുത്. മറിച്ച് അവരെ പ്രൈവറ്റായി മാത്രം കൗൺസിൽ ചെയ്യുക, ക്രിട്ടിസൈസ് ചെയ്യുക എന്നുള്ളതാണ്. സോ ഡൗൺലൈൻ്റെ ഈഗോനെ നമ്മൾ മാനേജ് ചെയ്യാൻ പഠിക്കണം. നമുക്ക് നമ്മളോട് തന്നെ ഈഗോ ഉണ്ടാവും. മാനേജിങ് യുവർ സെൽഫ്. നമ്മൾ ഈ ബിസിനസ്സിൽ മുന്നോട്ട് പോകുന്ന സമയത്ത് ചില ലീഡേഴ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഞാനെല്ലാം തികഞ്ഞ ആളാണ്,
എനിക്ക് ഇനി ഒന്നും പഠിക്കാനില്ല. പല ട്രെയിനിങ് പ്രോഗ്രാമിലും വരുമ്പോൾ അവിടെ എല്ലാം തികഞ്ഞ ഒരു ആത്മവിശ്വാസത്തോടെ ഇരിക്കുന്ന ആൾക്കാരുണ്ടാവും. പല പ്രോഗ്രാമുകളിലും കിട്ടുന്ന അറിവുകൾ നമ്മളെ ഡെവലപ്പ് ചെയ്യുന്നതിന് ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. അതുകൊണ്ട് ഒരു ടീച്ചബിൾ മെന്റാലിറ്റി ഉള്ളതായിരിക്കണം നമ്മൾ ഓരോരുത്തരും. കാരണം എനിക്ക് ഇനിയും വളരാനുണ്ടെന്നും ഇവിടെ കിട്ടി ഒരുപാട് മുന്നോട്ട് പോകാനുണ്ടെന്നും ഈ മേഖലയിൽ വിജയിക്കുന്ന ഒരുപാട് അറിവും കഴിവുകളും എനിക്ക് ഡെവലപ്പ് ചെയ്യാനുണ്ടെന്നുള്ള ഒരു ഉത്തമ ബോധ്യത്തോടു കൂടി വളരെ ഒരു പുല്ലിനെ പോലെ സിമ്പിൾ ലൈക്ക് എ ഗ്രാസ് ഇനിയും വളരാനുണ്ടെന്നുള്ളതോടുകൂടി നമ്മൾ വരുമ്പോഴാണ് നമുക്ക് ഇവിടെ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്നത്. സോ വളരെ സിമ്പിൾ ആയിട്ടിരിക്കുക. അപ്ലൈന്റെ സെൽഫ് ഈഗോ നമ്മൾ മാനേജ് ചെയ്യാൻ പറ്റണം. മാൻ മാനേജ്മെന്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് എന്താണ്? മാൻ മാനേജ്മെന്റ് ഒരു ആർട്ടാണ് എന്നുള്ളതാണ്. അത് നോട്ട് ടഫ് അല്ല, അത് ഈസി അല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കൂടെ വരുന്ന ഓരോരുത്തരും നമ്മുടെ എംപ്ലോയീസ് അല്ല, ആരും നമ്മുടെ പണിക്കാരല്ല, അവരെ ബോസ് ചെയ്യാൻ നമുക്ക് യാതൊരു അധികാരമല്ല. നമ്മളെ സംബന്ധിച്ച് നമുക്ക് അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം അവരെ പ്രചോദിപ്പിക്കുക, അവരെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. നെറ്റ്വർക്ക് സിസ്റ്റത്തിൽ നിങ്ങളുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ മാക്സിമം മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട്, അവരെ ഇൻസ്പയർ ചെയ്തുകൊണ്ട്, അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മാത്രമേ മാൻ മാനേജ്മെന്റ് പോസിബിൾ ആവുള്ളൂ എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. ഒരിക്കലും നിങ്ങളുടെ കൂടെ ആളുന്ന ആളുകളെ ബോസ് ചെയ്യാനും അവരുടെ ഈഗോ ഹർട്ട് ചെയ്യാനും നിങ്ങൾ തയ്യാറാവരുത്. നാളെ ടീം നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് ടീം വലുതാവും. നിങ്ങൾ ടീം 10 പേര് ടീമാവും, നാളെ 100 പേര് ടീമാവും, നാളെ 1000 പേര് ടീമാവും, 10,000 മെമ്പേഴ്സിന്റെ ടീമാവും. ഇത്തരത്തിൽ ടീമുകൾ അംഗങ്ങളുടെ എണ്ണം കൂടുന്നതനുസരിച്ച് ആ ടീമിനെ നമ്മൾ എങ്ങനെയാണ് മാനേജ് ചെയ്യുക? ഇവിടെ സിമ്പിൾ ആയിട്ട് ഉപയോഗിക്കുന്നത് മാൻ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് ആണ്. ഒരു വ്യക്തിക്ക് 20 പേരെ ഈസി ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റും. ഒരു മുഖ്യമന്ത്രിക്ക് 20 ഉപമുഖ്യമന്ത്രി, ഒരു DGPക്ക് 20 അടുത്ത ലെവലുള്ള ആളുകൾ എന്ന് പറയുന്നത് പോലെ ഓരോ സിസ്റ്റവും മാനേജ് ചെയ്യുന്നത് 1:20 അനുപാതത്തിലാണ്. അപ്പൊ നാളെ നിങ്ങൾ ഒരു ടീമിനെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ടീമിലുള്ള 20 പേരെ മാനേജ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ എൻറ്റയർ ടീമിനെ നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റും. ആ 20 പേർ അവരുടെ അടുത്ത 20 പേരെ മാനേജ്മെന്റില് പോസിബിൾ ആവുന്നത് 1:20 പ്രിൻസിപ്പിൾ ഉപയോഗിച്ചിട്ടാണ്. അപ്പൊ നാളെ 100 പേരായിക്കോട്ടെ, 1000 പേരായിക്കോട്ടെ, 10,000 പേരായിക്കോട്ടെ, അങ്ങനെ ടീമിലെ മെമ്പേഴ്സ് വളരുന്നതനുസരിച്ച് അവർ മാനേജ് ചെയ്യാനുള്ള അറിവും നോളജുകളും നമുക്ക് ഈ സിസ്റ്റത്തിലൂടെ കൊടുക്കാൻ പറ്റും. സോ മാൻ മാനേജ്മെന്റ് ആണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ ഘടകം. അപ്പൊ നമ്മൾ ഇവിടെ സ്കില്ലിനെ കുറിച്ച് പറഞ്ഞു. ബേസിക് സ്കില്ലുകൾ നമ്മൾ ഡെവലപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു. അതോടൊപ്പം ടീം ബിൽഡിങ്ങിനുള്ള സ്കില്ലുകൾ നമ്മൾ ഡെവലപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ മാൻ മാനേജ്മെന്റിനുള്ള സ്കില്ലുകൾ നമ്മൾ ഡെവലപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു. ഇത്തരത്തിലുള്ള സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഇൻഡസ്ട്രിയുടെ വലിയ വരുമാനത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റുക എന്നുള്ളതാണ്. പലപ്പോഴും ടീം നശിച്ചു പോകുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ആളുകൾ പ്രോപ്പർ ആയിട്ട് വാക്ക് പാലിക്കില്ല, സമയം പാലിക്കില്ല, ഓവർ ബോസ് ചെയ്യുന്നത് കൊണ്ട്, പലപ്പോഴും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ കമ്മിറ്റ് ചെയ്യുന്നത് കൊണ്ട്, നോ പറയുന്നിടത്ത് നോ പറയാത്തത് കൊണ്ട്, അതുപോലെ ആളുകൾ അൺകണ്ടീഷണൽ ആയിട്ട് ഹെൽപ്പ് ചെയ്യാൻ തയ്യാറാത്തതുകൊണ്ട്, പലപ്പോഴും വളരെയധികം സെൽഫിഷ് ആയ മെന്റാലിറ്റിയുടെ ഒക്കെ പോകുന്നത് കൊണ്ടാണ് പലപ്പോഴും ആളുകൾ ക്രിയേറ്റ് ചെയ്യുന്ന ടീം നാളെ നിലനിൽക്കാത്തത്. അതുകൊണ്ട് നമ്മൾ ഇവിടെ ചെയ്യേണ്ട കാര്യം വലിയ വലിയ കാര്യങ്ങളല്ല, മറിച്ച് ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഈ മേഖലയിൽ നമ്മൾ വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ടത്. 1 സമയം പാലിക്കുക, 2 വാക്ക് പാലിക്കുക, 3 നോ പറയേണ്ട അടുത്ത് നോ പറയുക. നമുക്ക് ചെയ്യാൻ പറ്റാത്ത വാഗ്ദാനങ്ങള് ആളുകൾക്ക് കൊടുക്കരുത്. ആ വാഗ്ദാനങ്ങൾ പാലിക്കാൻ പറ്റിയില്ലെങ്കിൽ ടീം ഇട്ടിട്ട് പോകും. ആളുകളെ അൺകണ്ടീഷണൽ ആയിട്ട് യാതൊരു പ്രതിഫല ഇച്ഛയില്ലാതെ ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു മെന്റാലിറ്റി നമ്മൾ ഉണ്ടാക്കി ഡെവലപ്പ് ചെയ്യുക. സെൽഫിഷ് മെന്റാലിറ്റി ഉപേക്ഷിക്കുക. ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ടീം മുന്നോട്ട് പോകും. ഈ ടീമിനെ നിലനിർത്തുന്നത് എന്തുകൊണ്ടാണ്? ഇത് പറഞ്ഞു, ഇത് 100% റിലേഷൻഷിപ്പ് ബേസ്ഡ് ബിസിനസ് ആണ്. അതുകൊണ്ട് തന്നെ റിലേഷൻഷിപ്പിലൂടെയാണ് ഇവിടെ ആളുകള് ബിസിനസ് ചെയ്യുന്നത്. ഡയറക്റ്റ് സെല്ലിംഗ് ഈസ് ഓൾ അബൌട്ട് റിലേഷൻഷിപ്സ്. ബന്ധങ്ങൾ ഉണ്ടാക്കുകയും ബന്ധങ്ങളിലൂടെ ബിസിനസ് ചെയ്യുന്നതിനുമാണ് ഡയറക്റ്റ് സെല്ലിംഗിലേക്ക് നമുക്ക് വരേണ്ടത്. റിലേഷൻഷിപ്സിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നറിയോ? റിലേഷൻഷിപ്സ് ആർ ജസ്റ്റ് ലൈക്ക് ബാങ്ക് അക്കൗണ്ട്സ്. നമ്മുടെ കൂടെ വരുന്ന ഓരോരുത്തർക്കും ബാങ്ക് അക്കൗണ്ട് മാതിരിയാണ് റിലേഷൻഷിപ്പ്. എന്തെങ്കിലും അവിടെ നിന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ ബാങ്കിലേക്ക് ആദ്യം ഡെപ്പോസിറ്റ് ചെയ്യണമെന്ന് പറയുന്നത് പോലെ നമ്മൾ ആർക്കിൽ നിന്ന് എന്തെങ്കിലും തിരിച്ചു പ്രതീക്ഷിക്കണമെങ്കിൽ ആൾക്കാർക്ക് എന്തെങ്കിലും നമ്മൾ അങ്ങോട്ട് കൊടുക്കണം എന്നുള്ളതാണ്. സോ ഒരു റിലേഷൻഷിപ്പിലൂടെയാണ് ഈ ബിസിനസ് മുന്നോട്ട് പോകുന്നത്. പ്രോഡക്ട്സ്
ഈ ഡയറക്റ്റ് സെല്ലിംഗ് പ്രോഡക്ട്സ് ആണ് വാഹനമെങ്കിൽ റിലേഷൻഷിപ്പ് ആണ് ഈ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഫ്യൂവൽ എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. സോ ഈ ബിസിനസ്സിൽ ഡെവലപ്പ് ചെയ്യേണ്ട സ്കില്ലുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ടീം ബിൽഡിങ്ങിലും മാനേജ്മെന്റ് കഴിഞ്ഞാൽ ടീമിലുള്ള അംഗങ്ങളുമായി ഘട്ടകള നല്ല മികച്ച ബന്ധങ്ങൾ നമ്മൾ ഉണ്ടാക്കണം. ആ ബന്ധങ്ങളിലൂടെയാണ് ടീം വളരുന്നത് എന്നുള്ളതാണ്. രണ്ട് വ്യക്തികൾ തമ്മിലുള്ള അകലം എന്ന് പറയുന്നത് ഒരു സ്മൈലാണ്. ഈ ഇൻഡസ്ട്രിയില് നല്ല ബന്ധങ്ങൾ മെച്ചപ്പെടുത്തണമെങ്കിൽ നമ്മൾ പുഞ്ചിരിക്കാൻ പഠിക്കണം. 17 മസിൽസ് ഉണ്ട് മുഖത്ത്, ഇതൊക്കെ ഇടയ്ക്ക് നമ്മൾ പ്രവർത്തിപ്പിക്കണം. ആളുകളുമായി ഷെയ്ക്ക് ഹാൻഡ് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള എനർജി നമ്മൾ ആളുകളിലേക്ക് പാസ് ചെയ്യുന്നുണ്ട്. പ്രോപ്പറായിട്ട് നമുക്ക് ഷെയ്ക്ക് ഹാൻഡ് ചെയ്യാൻ നമ്മൾ പഠിക്കണം. ലേഡീസിന് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കണം നിർബന്ധമില്ല, മുതിർന്ന ആൾക്കാർക്ക് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കണമെന്നില്ല, നമസ്തേ കൊടുത്താലും മതി. അപ്പൊ പ്രായത്തിൽ മുതിർന്ന ആൾക്ക് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാൻ പറ്റില്ല, പക്ഷെ നമ്മുടെ കൂടെയുള്ള ടീം മെമ്പേഴ്സിന് പ്രോപ്പറായിട്ട് എനർജി പാസ് ചെയ്യുന്നതിന് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാൻ പറ്റണം. ആളുകൾക്ക് റെസ്പെക്ട് കൊടുത്തുകൊണ്ട് മാത്രമേ നമുക്ക് റെസ്പെക്ട് നേടിയെടുക്കാൻ പറ്റുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് പ്രോപ്പറായി നിങ്ങളുടെ ടീമിലുള്ള മെമ്പേഴ്സിനൊക്കെ നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ റിലേഷൻഷിപ്പിനെ ഷാമ്പു ചെയ്യണം. ഇടയ്ക്കിടയ്ക്ക് ഷാമ്പു ചെയ്യുമ്പോഴാണ് നല്ലൊരു മികച്ച റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുക. നിങ്ങളുടെ ബേസ് എന്ന് പറയുന്നത് മ്യൂച്വൽ ട്രസ്റ്റ് ആണ്. നിങ്ങളുടെ ഓരോ അംഗങ്ങളും തമ്മിലുള്ള പരസ്പര വിശ്വാസവും അതുപോലെ തന്നെ ബഹുമാനവുമാണ് ഒരു നല്ല ടീമിനെ വാർത്തെടുക്കുന്നതിന് വേണ്ടി നമ്മളെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളത്. നമ്മുടെ കൂടെയുള്ള ഓരോ അംഗങ്ങളുടെയും പേരുകൾ നമ്മൾ ഓർത്തിരിക്കുക, അവരുടെ സ്ഥലങ്ങൾ നമ്മൾ ഓർത്തിരിക്കുക, അവർ കൃത്യമായ രീതിയിൽ പേരും സ്ഥലങ്ങളും കമ്പനിയുടെ നെയിമൊക്കെ വെച്ച് കൃത്യമായ രീതിയിൽ നമ്മൾ സേവ് ചെയ്ത് വെക്കുക. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നമ്മുടെ റിലേഷൻഷിപ്പിനെ നമുക്ക് നല്ല രീതിയിൽ മെച്ചപ്പെടുത്താൻ പറ്റുന്നതാണ്. ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ റിലേഷൻഷിപ്പ് സ്കില്ല് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. പിന്നെന്താണ്, ലൂസ് ടോക്കിങ് പാടില്ല എന്നുള്ളതാണ്. നമ്മൾ പലപ്പോഴും മുന്നോട്ട് പോകുന്ന സമയത്ത് നമുക്ക് എപ്പോഴും പറ്റും, ഈ നിങ്ങൾ സീരിയസ് ആണെങ്കിൽ നിങ്ങളുടെ ടീം സീരിയസ് ആയിരിക്കും. അതുകൊണ്ട് ലൂസ് ടോക്കിങ് പാടില്ല. ഫസ്റ്റ് നമ്മൾ ബിസിനസ് ബിൽഡ് ചെയ്യേണ്ട, നമ്മൾ ആളുകളെ ബിൽഡ് ചെയ്യുക. ആളുകൾ നിങ്ങളുടെ ബിസിനസ് ബിൽഡ് ചെയ്തോളും. അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കൂടെ വന്ന ആളുകളെ ഈ ബിസിനസ്സിന് വേണ്ട രീതിയിൽ ബിൽഡ് ചെയ്യുന്നതിലാണ് എന്നുള്ളതാണ്. ലേറ്റർ ആളുകളെ ബിസിനസ് ബിൽഡ് ചെയ്തോളും. നിങ്ങൾ 1 വർഷം കൊണ്ട് ഫലം പ്രതീക്ഷിക്കണമെങ്കിൽ വിത്ത് നടുക, 10 വർഷം കൊണ്ട് ഫലം പ്രതീക്ഷിക്കണമെങ്കിൽ മരം നടുക, ജീവിതകാലം മുഴുവൻ ഫലം പ്രതീക്ഷിക്കണമെങ്കിൽ നിങ്ങൾ മനുഷ്യരെ നടുക എന്നുള്ളതാണ് നെറ്റ്വർക്കിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സോ റിലേഷൻഷിപ്പ് ആണ് ഈ ബിസിനസ്സിൽ നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ട അടുത്ത സ്കില്ല്. ബ്രോക്കൺ റിലേഷൻഷിപ്പ് ആണ് ഒരു ബ്രോക്കൺ ബിസിനസിനെ നമ്മൾ മുന്നോട്ട് ബ്രോക്കൺ ബിസിനസ്സിലേക്ക് നമ്മൾ നയിക്കുന്ന കാര്യം. അപ്പോൾ നമ്മുടെ റിലേഷൻഷിപ്പിന്റെ പ്രാധാന്യം ഈ ബിസിനസ്സിൽ നമ്മൾ മനസ്സിലാക്കണം എന്നതാണ്. അടുത്ത സ്കില്ല് എന്ന് പറയുന്നത് ടൈം മാനേജ്മെന്റ് സ്കില്ലാണ്. അംബാനി ആയിക്കോട്ടെ, അഡാനി ആയിക്കോട്ടെ, കൊച്ചൂസഫ് ചിറ്റിലപ്പള്ളി ആയാലും, ജോസഫ് അലി ആയാലും, ടാറ്റ ആയാലും, ബിർണ ആയാലും, ഈശ്വരൻ നമുക്കെല്ലാം ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ സമയത്തെ പ്രോപ്പറായി മാനേജ് ചെയ്യുന്നവരാണ് ഏത് മേഖലയിലും വിജയിച്ചിട്ടുള്ളത്. അപ്പൊ നിങ്ങളുടെ സമയത്തെ പ്രോപ്പറായി മാനേജ് ചെയ്യാൻ നമ്മൾ പഠിക്കണം. ഈ മേഖലയിൽ വിജയിച്ച എല്ലാവർക്കും പ്രോപ്പർ ടൈം മാനേജ്മെന്റ് ചെയ്യാനുള്ള കഴിവുണ്ടായിട്ടുണ്ട്. പ്രിൻസിപ്പിൾ നമ്മൾ മനസ്സിലാക്കാം. നമ്മുടെ 80% നമ്മുടെ ഫോക്കസ് ഈ ചെയ്യുന്നതിലും, ഇൻവൈറ്റ് ചെയ്യുന്നതിലും, പ്രസന്റേഷൻ ചെയ്യുന്നതിലും, ഫോളോ അപ്പ് ചെയ്യുന്നതിലും, ക്ലോസിംഗ് ചെയ്യുന്നതിലുമാണ്. ഈ 80% നമ്മുടെ വർക്ക് എന്ന് പറയുന്നത് ഇൻകം ജനറേറ്റിംഗ് ആക്ടിവിറ്റീസിലാണ്. 20% ട്രെയിനിങ്ങും മറ്റു രീതിയിലുള്ള ബാക്ക് ഓഫീസ് ഓപ്പറേഷൻസ് കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് മാറ്റിവെക്കേണ്ടത് എന്നുള്ളതാണ്. അപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം വർക്കിനെ പല രീതിയിലുള്ള പ്രോഗ്രാം വരുന്നതാണ് ഗ്രീൻ സോൺ എന്ന് പറയുന്നത്. ഇതാണ് 80% നമ്മുടെ വർക്ക്. ഡയറക്റ്റ് ഇൻകം ജനറേഷൻ ആക്ടിവിറ്റീസിലാണ്. നമ്മൾ അഗ്നേഷൻ 20% 80% നമ്മൾ ഗ്രീൻ സോണിന് വേണ്ടിയാണ് മാറ്റിവെച്ചുകൊണ്ട് നമുക്ക് ഈ ബിസിനസ് കൊണ്ടുപോകണം. അപ്പൊ ഇമ്പോർട്ടൻറ്റ് സ്കില്ല്, ഏറ്റവും പ്രധാനപ്പെട്ട സ്കില്ലിൽ ഒന്നാണ്
ടൈം മാനേജ്മെന്റ് സ്കിൽ. ഇനി വേണ്ടത് ഈ മേഖലയിൽ വരുന്നത് വെൽത്ത് ക്രിയേഷന് വേണ്ടിയാണ്. സോ വെൽത്ത് ക്രിയേഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് പൈസ ഉണ്ടാക്കുന്നതില് ഏറ്റവും നമ്മൾ എത്ര പൈസ ഉണ്ടാക്കി എന്നുള്ളതല്ല, മറിച്ച് ആ പൈസയെ നമ്മൾ എത്രത്തോളം സൂക്ഷിക്കുന്നുണ്ട്, ആ പൈസ നമുക്ക് എത്രത്തോളം ഗ്രോ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് മണി മാനേജ്മെന്റ് സ്കില്ലില് നമ്മൾ ഏറ്റവും കൂടുതൽ മാസ്റ്റർ ചെയ്യേണ്ടത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ട്രൂ വെൽത്ത് നമുക്ക് ഈ മേഖലയിൽ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് പൈസയെ കൈകാര്യം ചെയ്യാൻ പറ്റണം. ലോട്ടറി അടിച്ച ഒരുപാട് വ്യക്തികളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ലോട്ടറിയിലൂടെ കോടീശ്വരന്മാരെ പല വ്യക്തികളും പിൻകാലത്ത് അവരുടെ ആ സമ്പത്ത് പൂർണ്ണമായി നഷ്ടപ്പെട്ട അവസ്ഥയിലേക്ക് വരുന്നത് കൃത്യമായ രീതിയിലുള്ള മണി മാനേജ്മെന്റ് അവർക്ക് അറിയാത്തത് കൊണ്ടാണ്. ഈ മേഖലയിൽ നമ്മൾ വിജയിക്കുന്ന ഒരു വ്യക്തിയാവുന്ന സമയത്ത് വളരെ പ്രധാനപ്പെട്ടതാണ് പണത്തെ കൈകാര്യം ചെയ്യാനും പണത്തെ മൾട്ടിപ്ലൈ ചെയ്യാനും പണത്തെ ഗ്രോ ചെയ്യാനും നമ്മൾ പഠിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ നമ്മൾ പഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സ്കില്ലുകളിൽ ഒന്നാണ് മണി മാനേജ്മെന്റ് സ്കിൽസ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചെയ്യുന്ന പ്രധാനപ്പെട്ട മിസ്റ്റേക്കുകൾ എന്നുള്ളത് എന്ന് പറഞ്ഞാല് പേഴ്സണൽ എക്സ്പെൻസസും ബിസിനസ് എക്സ്പെൻസസിനെ കൂട്ടിക്കലർത്തുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ മേഖലയിൽ കടന്നു വരുന്ന ഒരു പുതിയ ഡിസ്ട്രിബ്യൂട്ടർക്ക് വരുമാനം ഉണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ മണിയെ പ്രോപ്പറായി മാനേജ് ചെയ്യാൻ അദ്ദേഹത്തിന് പറ്റില്ല. ഈ മണി മാനേജ്മെന്റ് ചെയ്യുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ഈ ഒരു മേഖലയിൽ വിജയിക്കണമെങ്കിൽ ആ മേഖലയിൽ കുറിച്ചുള്ള അറിവ് വേണം. ആളുകൾ പൈസ ഉണ്ടാക്കുന്നത് ആ മേഖലയിൽ അറിവ് വേണം, ആ മേഖലയിൽ പൈസ ഉണ്ടാക്കാനുള്ള കഴിവ് വേണം, ആ മേഖലയിൽ പ്രവൃത്തി മണിക്കൂറുകൾ വേണം. നെറ്റ്വർക്കിൽ ആളുകൾ എങ്ങനെ പൈസ ഉണ്ടാക്കുക? നിങ്ങളുടെ ടീം മെമ്പർ ആളുകൾക്ക് ഈ ഇൻഡസ്ട്രിയെ കുറിച്ചുള്ള പ്രോപ്പറായ അറിവ് നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം. ഈ മേഖലയിൽ വിജയിക്കാനുള്ള കഴിവുകൾ അവർക്ക് ഡെവലപ്പ് ചെയ്ത് കൊടുക്കണം. ഈ മേഖലയിൽ ആളുകളുടെ പ്രവൃത്തി മണിക്കൂറുകൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് ഈ മേഖലയിലൂടെ നിങ്ങൾക്ക് അമിത വരുമാനം ഉണ്ടാക്കാൻ പറ്റുക, പണം ഉണ്ടാക്കാൻ പറ്റുക എന്നുള്ളതാണ്. അപ്പോൾ ഫിനാൻഷ്യൽ മാനേജ്മെന്റിലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ABCD എന്ന് പറയുന്നത്. നിങ്ങളുടെ ഇൻകം, നിങ്ങൾക്ക് വരുന്ന വരുമാനത്തെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കണം. 2 എക്സ്പെൻസസ്, നിങ്ങളുടെ ചിലവുകൾ നിങ്ങൾ മനസ്സിലാക്കുക. ഇൻകം മൈനസ് എക്സ്പെൻസസ്. നിങ്ങളുടെ വരുമാനം കൂടുതലാണ്, എക്സ്പെൻസസ് കുറവാണെങ്കിൽ നിങ്ങൾക്ക് അസറ്റ് ബിൽഡിങ്ങിലേക്ക് നിങ്ങൾ പോകും. നിങ്ങളുടെ ഇൻകം കുറവാണ്, എക്സ്പെൻസസ് കൂടുതലാണെങ്കിൽ നിങ്ങൾ ലയബിലിറ്റിയിലേക്ക് പോകും. അപ്പൊ ഇൻകം എന്താണ്, എക്സ്പെൻസ് എന്താണ്, അസറ്റ് എന്താണ്, ലയബിലിറ്റി ആണ്. ഈ ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ ലോകത്ത് കിട്ടുന്ന ഒരേ ഒരു സ്ഥലമാണ് ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറയുന്നത്. നിങ്ങളുടെ പോക്കറ്റിലേക്ക് നിങ്ങൾക്ക് വരുമാനം തരുന്നതിന് എന്തിനേയും നിങ്ങൾക്ക് അസറ്റ് എന്ന് വിളിക്കാമെങ്കിൽ നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് നിങ്ങളുടെ വരുമാനം എടുക്കുന്ന എന്തിനേയും നിങ്ങൾക്ക് ലയബിലിറ്റി എന്ന് വിളിക്കാം. നിങ്ങളുടെ മൊബൈൽ ഫോൺ നിങ്ങൾക്ക് ഈ ബിസിനസ്സിന് വേണ്ടി നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് മൊബൈൽ ഫോൺ നിങ്ങൾക്ക് അസറ്റ് ആയിട്ട് മാറുമെങ്കിൽ നാളെ നിങ്ങളൊരു വീട് ഈ ബിസിനസ് നിങ്ങൾ സ്വന്തമാക്കുമ്പോൾ ആ വീട് നിങ്ങൾക്ക് ലയബിലിറ്റി ആയിട്ട് മാറുമെങ്കിൽ നാളെ ആ വീട് റെന്റ് ഔട്ട് ചെയ്യുമ്പോൾ ആ റെന്റ് ഔട്ടിലൂടെ നിങ്ങൾക്ക് വരുമാനം കിട്ടുന്ന സമയത്ത് ആ വീട് നിങ്ങൾക്ക് അസറ്റ് ആയിട്ട് മാറും. ഒരേ സാധനം തന്നെ നിങ്ങൾക്ക് ലയബിലിറ്റി ആവാം, ഒരേ സാധനം നിങ്ങൾക്ക് അസറ്റ് ആവാം. ഒരു വെഹിക്കിൾ നിങ്ങൾക്ക് ലയബിലിറ്റി ആവാം, ഒരു വെഹിക്കിൾ നിങ്ങൾക്ക് അസറ്റ് ആവാം. ഒരു കാറ് നിങ്ങൾക്ക് ലയബിലിറ്റി ആവാം, കാറ് നിങ്ങൾക്ക് അസറ്റ് ആവാം. നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റുകൾ നിങ്ങൾക്ക് ലയബിലിറ്റി ആവാം, ഇൻവെസ്റ്റ്മെന്റ് നിങ്ങൾക്ക് അസറ്റുകളാവാം. അപ്പൊ ഏത് രീതിയിലാണ് നമുക്ക് കിട്ടുന്നത്? ഫിനാൻഷ്യൽ നോളജ് ഈ മേഖലയിൽ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു കാര്യമാണ്. സോ ഇമ്പോർട്ടൻറ്റ് സ്കിൽസിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്കിൽസ് ആണ് നമ്മൾ നേരത്തെ ഇവിടെ സംസാരിച്ചത്. അൾട്ടിമേറ്റ് സ്കിൽ എന്ന് പറയുന്നത് ലീഡർഷിപ്പ് ആണ്. ഈ മേഖല വിജയിക്കണമെങ്കിൽ നിങ്ങളൊരു ലീഡർ ആയിട്ട് മാറിയേ പറ്റൂ. ഈ ലോകത്തിന്റെ ഏറ്റവും വലിയ പോസ്റ്റ് എന്ന് പറയുന്നത് ലീഡർ ആണ്. സോ ഇവിടെ ലീഡേഴ്സ് ആരും ക്രിയേറ്റഡ് അല്ല, അവർ ജനിച്ചതല്ല, അവരൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതാണെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. സോ നിങ്ങളൊരു ലീഡറായിട്ട് മാറുക, നിങ്ങളുടെ കൂടെയുള്ള ആൾക്കാരെ ലീഡേഴ്സ് ആക്കി മാറ്റുക എന്നുള്ളതാണ് ഈ മേഖലയിൽ ഏറ്റവും വിജയിക്കാനുള്ള ഏറ്റവും. നിങ്ങൾ തന്നെ മോഡൽ ആവണം, നിങ്ങൾ തന്നെ മെന്റർ ആവണം. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ലീഡർക്ക് വേണ്ട എല്ലാ ഗുണങ്ങളും ഈ ഇൻഡസ്ട്രിയോട് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. നല്ല ഓർഗനൈസറും ആവും, കമ്മ്യൂണിക്കേറ്റർ ആവും, ലേണർ ആവും, ലിസണർ ആവും. മാനേജ് ചെയ്യാനും മണി മാനേജ് ചെയ്യാനും ടൈം മാനേജ് ചെയ്യാനും ഒക്കെ നമ്മൾ പഠിച്ചുകൊണ്ട് ഒരു മികച്ച വരുമാനത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റും. ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറയുന്നത് ഒരു പെട്ടെന്ന് പണം ഉണ്ടാക്കുന്ന ഒരു ക്വിക്ക് സ്കീം അല്ല. വളരെ സിസ്റ്റമാറ്റിക് ആയി ബിസിനസ് ഡെവലപ്പ് ചെയ്തുകൊണ്ട് കൺസിസ്റ്റന്റ് ആയിട്ട് എഫോർട്ട് ഇട്ടുകൊണ്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് എഫോർട്ട് ഇട്ടുകൊണ്ട് പ്രോപ്പർ ആറ്റിറ്റ്യൂഡോടുകൂടി കൺസിസ്റ്റന്റ് ആയ ആക്ഷനിലോടുകൂടി മാത്രമേ ഇവിടെ ഹ്യൂജ് സക്സസ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഉണ്ടാക്കുന്ന സക്സസ് നിലനിൽക്കുകയുള്ളൂ. സോ ബി എ ലീഡർ, build leaders in your team. നിങ്ങൾക്ക് എല്ലാവരും ഒരിക്കൽ കൂടി ഭാവുകം തീർന്ന് വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്. ജയ് ഹിന്ദ്, ജയ് ഇബൽഗാം. താങ്ക് യു സോ മച്ച് സർ. ചെറിയ സമയം കൊണ്ട് വളരെയധികം നല്ല വാല്യുബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞ് മനസ്സിലാക്കി തന്നത്. ഇന്ന് ഈ സൂമിന് കയറിയില്ലെങ്കിൽ കയറാത്തവർക്ക് ഭയങ്കര ഒരു നഷ്ടം തന്നെയെന്ന് പറയാം.
കാരണം അത്രയ്ക്കും നല്ല രീതിയിൽ സാർ നമുക്ക് അറിവുകൾ പറഞ്ഞു. ഇതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, നമ്മുടെ ഓരോ സൂം മീറ്റിംഗും നമുക്ക് കിട്ടുന്ന എനർജി ഡ്രിങ്ക് ആണ്. നമുക്ക് ഫുൾ ഡേ നമുക്ക് വർക്ക് ചെയ്യാൻ നമുക്ക് എനർജി തരുന്ന ഏറ്റവും നല്ല ഒരു എനർജി ഡ്രിങ്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ സൂം മീറ്റിംഗ് ആണ്. അത് കഴിവതും ആരും മിസ് ചെയ്യാതിരിക്കുകയാണെങ്കിൽ നമുക്ക് ആരുടെ മുഖത്ത് നോക്കിയാലും നമുക്ക് കോൺഫിഡന്റോടെ നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ചും നമ്മുടെ ബിസിനസിനെ കുറിച്ചും മുഖത്ത് നോക്കി നമുക്ക് ഒരു പേടി കൂടാതെ നമുക്ക് പറയാൻ സാധിക്കും. അതിനൊക്കെ നമുക്ക് ഇതുപോലെയുള്ള ഗ്രേറ്റ് ലീഡേഴ്സിന്റെ അറിവുകൾ നമുക്ക് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ബിസിനസ് നമ്മളിലൂടെ തന്നെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. താങ്ക് യു സോ മച്ച് സർ. ആശംസകൾ നേർന്നുകൊണ്ട് ഇന്നത്തെ നല്ല അടിപൊളി പ്രോഗ്രാം ആയിരുന്നു വിനോദ് സാറിന്റെ. എല്ലാവർക്കും അറിവ് നൽകുന്ന, മോട്ടിവേഷൻ നൽകുന്ന, എങ്ങനെ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് വളരെ ദിശാബോധം നൽകുന്ന ഒരു പ്രോഗ്രാം ആയിരുന്നു. എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് വിജയാശംസകളോടെ നിർത്തട്ടെ. ഇന്ന് ചെറുതോണി പ്രോഗ്രാമാണ്. ഞാനും ഡാനി സാറുണ്ട്, യാത്രയിലാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി വിജയാശംസകളോടെ നിർത്തുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.